എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. ഇന്ന് നമ്മൾ അതിപ്രധാനമായിട്ടുള്ള ഒരു ജ്യോതിഷ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. മഹാലക്ഷ്മി യോഗം, അതുപോലെ തന്നെ ശരഭയോഗം പോലുള്ള യോഗഫലങ്ങളും, മഹാലക്ഷ്മി യോഗത്തിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുബേര യോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഹാഭാഗ്യയോഗം, അഖണ്ഡ സാമ്രാജ്യ യോഗം, സർവ്വ ഐശ്വര്യ യോഗം എന്നൊക്കെ പറയുന്ന യോഗഫലങ്ങൾ നമുക്ക് അനുഭവത്തിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ഒരു ശുക്രൻ്റെ രാശിമാറ്റം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാശിമാറ്റമാണ് ശുക്രൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത്. ഇത് വർഷത്തിൽ ഒരിക്കൽ ഇടവം രാശിയിലേക്ക് ശുക്രൻ കടക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഈ വരുന്ന 2025 ജൂൺ മാസം 29 മുതൽ 2025 ജൂലൈ മാസം 26 വരെ ശുക്രൻ ഇടവൻ രാശിയിലുണ്ടാകും. ഇടവൻ രാശി ശുക്രൻ്റെ സ്വക്ഷേത്രം തന്നെയാണ്. അപ്പം സ്വക്ഷേത്രത്തിലേക്ക് ശുക്രൻ കടക്കുമ്പോൾ 12 കൂറുകളിൽപ്പെട്ട 27 നക്ഷത്രക്കാർക്കും അതിൻ്റേതായ അനുകൂലമായിട്ടുള്ള ഫലസിദ്ധിയാണ് ജ്യോതിശാസ്ത്രപരമായിട്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം സർവൈശ്വര്യം ഉണ്ടാകുന്നതിനും സർവ്വഭാഗ്യം ഉണ്ടാകുന്നതിന്, തൊഴിൽ പുരോഗതി ഉണ്ടാകുന്നതിന്, കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. തൊഴിലാളികൾക്ക്, സ്വർണം, വെള്ളി വ്യാപാരികൾക്ക്, അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കും, ധനപരമായിട്ടുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും, ഫിനാൻസ് നടത്തുന്നവർക്കും എല്ലാവർക്കും ഒരു അനുകൂലമായിട്ടുള്ള, ഈ നക്ഷത്രത്തിൽ വരുന്ന എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള ഫലസിദ്ധിയാണ് പറയാനുള്ളത്. അപ്പം ഇന്ന് നമുക്ക് ശുക്രൻ്റെ ഒരു കാര്യം പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ജ്യോതിശാസ്ത്രപരമായിട്ട് ഞാൻ നേരത്തെ ഇതിനകത്ത് രാശിചക്രങ്ങളെക്കുറിച്ച് എല്ലാ വീഡിയോയിലും പറയുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അല്ലാതെ നമ്മൾ ജ്യോതിഷം നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുന്നത് വെച്ച് നിങ്ങൾക്ക് കാര്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പ്രയാസം വരും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടും നിങ്ങളത് എത്രത്തോളം അത് മനസ്സിലാക്കുന്നു, ആവർത്തിച്ച് മനസ്സിലാക്കുന്നു, കൂടുതൽ അതിനെക്കുറിച്ച് നമുക്ക് ജ്യോതിശാസ്ത്രം മനസ്സിലാക്കുന്നതിന് വളരെയധികം ഉത്തമമായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ മേടം രാശി, ഇടവൻ രാശി, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, ഇങ്ങനെയാണ് 12 രാശികൾ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളിത് പറയുന്നത്. അപ്പം ഇപ്പോൾ ശുക്രൻ നിൽക്കുന്നത് ഇവിടെയാണെങ്കിലും ഈ വരുന്ന 29-ാം തീയതി മുതലുള്ള ഫലം പറയുന്നത് കൊണ്ട് ശുക്രൻ ഇടവൻ രാശിയിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. മിഥുനം രാശിയിൽ വ്യാഴം, ബുധൻ നിൽപ്പുണ്ട്. കർക്കിടകത്തിൽ ബുധൻ നിൽപ്പുണ്ട്. ചിങ്ങത്തിൽ ചൊവ്വയും കേതുവുണ്ട്. കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത്. ചന്ദ്രനെയും ഗുളികനെയും മാത്രമാണ് നമ്മളിവിടെ അടയാളപ്പെടുത്താത്തത്. ചന്ദ്രന് ഇങ്ങനെ രാശിമാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഗുളികൻ ഓരോ ദിവസവും മാറി മാറി വരുന്നത് കൊണ്ടാണ് ചന്ദ്രനെയും ഗുളികനെയും നമ്മൾ കുറിക്കാഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ അശ്വതി, ഭരണി, കാർത്തിക കാല് വരുന്ന മേടക്കൂറിൽ ഗ്രഹങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞാൽ കാർത്തിക മുക്കാല്, രോഹിണി, മകേരത്തര വരുന്ന മിഥുനക്കൂറിലേക്ക്, ഇടവക്കൂറിലേക്കാണ് ശുക്രന്റെ പ്രവേശം. ശുക്രന്റെ സ്വക്ഷേത്രമാണ് നമുക്കറിയാം. അതുപോലെ തന്നെ കുംഭക്കൂറുകാർക്കും മകരക്കൂറുകാർക്കും യോഗകാരകനാരാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം ശുക്രനാണെന്ന്. അപ്പോൾ ഏറ്റവും കൂടുതൽ അനുകൂല ഫലങ്ങളിൽ ആദ്യം വരുന്നത് കുംഭക്കൂറുകാർക്കും മകരക്കൂറുകാർക്കുമാണ്. അപ്പം ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ അനുകൂല ഫലം വരുന്നത് ഇടവക്കൂറുകാർക്കുണ്ട്, അതുപോലെ ചിങ്ങക്കൂറുകാർക്കുണ്ട്, അതുപോലെ തന്നെ വൃശ്ചികക്കൂറുകാർക്കുണ്ട്. ആദ്യം തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള വിവരം പറയാം. അപ്പം ഇത്രയും കാര്യമാണ് നമുക്ക് പ്രധാനമായിട്ട്. അത് കഴിഞ്ഞാൽ അടുത്ത ഓരോ ഗ്രഹങ്ങൾക്കും, ഓരോ രാശികൾക്കും ശുക്രന്റെ രാശിമാറ്റത്തെ കൊണ്ട് ഒരു അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി. അപ്പം യോഗകാരകത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരും കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചിന്ത യോഗകാരം, എല്ലാ യോഗങ്ങളുടെയും കാരകധർമ്മം നിങ്ങളെ ഓരോരുത്തർക്കും ഇങ്ങനെ യോഗകാരകന്മാരുണ്ട്. അതായത് കുംഭക്കൂറുകാർക്ക് 4-ാം ഭാവത്തിൻ്റെയും 9-ാം ഭാവത്തിൻ്റെയും ഒരു കേന്ദ്രത്തിൻ്റെയും ഒരു ത്രികോണത്തിൻ്റെയും ആധിപത്യം വരുന്ന ഗ്രഹം ആരാണോ അവരാണ് നിങ്ങൾക്ക് യോഗകാരകൻ എന്ന് പറയുന്നത്. അപ്പോൾ കുംഭക്കൂറുകാർക്കും മകരക്കൂറുകാർക്കും ശുക്രനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്നും മാത്രം ഫലസിദ്ധിയാണ്. നിങ്ങൾക്ക് ശുക്രൻ അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ധനപരമായിട്ടുള്ള പ്രശ്നം, മംഗല്യ പ്രശ്നം, തൊഴിൽ പ്രശ്നം, ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, കടബാധ്യത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പം ധനപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്നതിനും സർവ്വ ഐശ്വര്യം ഉണ്ടാകുന്നതിനും നമ്മൾ ശുക്രന്റെ കാരകധർമ്മം ഇവിടെ പറയുന്നുണ്ട്. ശുക്രൻ സൗന്ദര്യത്തിന്റെ പ്രതീകമാണെന്നും നല്ല ഭാര്യയെ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ലൗകിക സുഖങ്ങൾ, മദനകാര്യങ്ങൾ, ആഭരണങ്ങൾ, അലങ്കാരങ്ങൾ, ശയനസുഖം, ശൃംഗാരം, സംഗീതം, ചിത്രകല, അഭിനയം, കാവ്യകല, പ്രണയകാര്യങ്ങൾ, ലൈംഗിക ആസക്തി
രജോ ഗുണം, വിവാഹം, മധുരപ്രിയത്വം, ലഹരി പാനീയങ്ങൾ, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ, കണ്ണുകളിലെ തിളക്കങ്ങൾ, അതുപോലെ തന്നെ സുഗന്ധ വസ്തുക്കൾ, അതുപോലെ അന്നപൂർണേശ്വരി, മഹാലക്ഷ്മി, യക്ഷി, വജ്രം, വിവിധങ്ങളായിട്ടുള്ള നിറങ്ങൾ, ശയനമുറി, വശീകരണ ശക്തി, അതുപോലെ തന്നെ വെളുത്ത പുഷ്പങ്ങൾ, അതുപോലെ തന്നെ നൃത്തം, സംഗീതോപകരണങ്ങൾ, സ്വർണം, വെള്ളി, ചന്ദനം, വാഹനസുഖം എന്നുവേണ്ട സർവസുഖങ്ങളുടെയും സർവസുഖലോലുപതയുടെയും കാരകഗ്രഹമാണ് ആര്? ശുക്രൻ എന്ന് പറയുന്നത്. നമ്മൾ ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, 2 ആചാര്യഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. ആരാണ്? ഒന്ന് വ്യാഴം, ഒന്ന് ശുക്രൻ. ആത്മീയ ആചാര്യനായിട്ട് വരുന്നത് ശുക്രനും, എന്നാൽ അസുരാചാര്യരായിട്ടുള്ളത് ദേവാചാര്യരും അസുരാചാര്യരുമായിട്ടുള്ള 2 ഗ്രഹങ്ങളാണ് ഉള്ളത്. അപ്പം ലക്ഷ്മി ദേവി വസിക്കുന്നത് ശുക്രൻ ഗ്രഹത്തിലാണ് എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ, അങ്ങനെ ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, വിഷ്ണുവിൻ്റെ വാസം വ്യാഴത്തിലാണ്, ശനിയുടെ വാസം ശനിഗ്രഹത്തിലാണ്, ശിവൻ സൂര്യൻ്റെ ഗ്രഹത്തിലാണ്, ദുർഗാദേവി ചന്ദ്രനാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഭാവമുണ്ട്. അത് വിശ്വാസപ്രകാരമായിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. അതുപോലെ ഈ 2 ആചാര്യഗ്രഹങ്ങളും, ഒന്ന് ശുക്രൻ ആത്മീയ സുഖത്തിൻ്റെ കാരകനായിട്ട് സൂര്യൻ വരുവാണെങ്കിൽ ശുക്രൻ സുഖലോലുതയുടെ ഒരു കാരകഗ്രഹമാണ്. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ ഈ ധനം, കുടുംബം, വാക്ക് ഇതിൻ്റെയൊക്കെ അധിപനായിട്ട് വരുന്ന ഒരു ഗ്രഹം കൂടിയാണ് ആര്? ധനത്തിൻ്റെ അധിപനായിട്ട് വരും ശുക്രൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജ്യോതിശാസ്ത്രപരമായിട്ട് ആമുഖമായിട്ട് പറയുമ്പോൾ യോഗകാരകത്വം പറഞ്ഞു. അടുത്തതായിട്ട് ഇടവക്കൂറുകാർക്ക് യോഗകാരകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനിയാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. അതായത് നിങ്ങളുടെ ജാതകപ്രകാരം ഇടവക്കൂറുകാർ വരുന്ന ആരൊക്കെയാണ്? കാർത്തിക, മുക്കാല്, രോഹിണി, മകേരത്തര വരുന്നവർക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9 ത്രികോണത്തിന്റെ 10 കേന്ദ്രത്തിന്റെ ആധിപത്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇടവക്കൂറുകാർക്ക് യോഗകാരകൻ ശനിയാണെന്ന് മനസ്സിലാക്കണം. പിന്നെ കുംഭക്കൂറുകാർക്കും മകരക്കൂറുകാർക്കും ശുക്രൻ. നിങ്ങളുടെ കൂറിനകത്ത് വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം. തുലാക്കൂറുകാരുടെ യോഗകാരകൻ ആരാണ്? അത് ശനിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇനിയിപ്പം നമ്മൾ മേട കൂറുകാർക്ക് 2 പേര് വരും. ഇവർക്ക് ഒരാളേ ഉള്ളൂ, ശനി. ഇവർക്ക് 2 പേർക്കും ശുക്രൻ, ഇവർക്ക് 2 പേർക്കും ശനിയാണ് യോഗകാരത്വം വരുന്നെങ്കിൽ മേടക്കൂറുകാർക്ക് മുതൽ ഇങ്ങോട്ട് എടുക്കുമ്പോൾ 2 പേര് വരും. അപ്പോൾ ഇവരുടെ യോഗകാരകൻ ഒന്ന് ചന്ദ്രനും ഒന്ന് വ്യാഴവുമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും മേടക്കൂറുകാർക്ക്. ഇടവക്കൂറുകാർക്ക് പറഞ്ഞു ആര്? ശനിയാണ്. മിഥുനക്കൂറുകാർക്ക് വരുന്നത് ഒന്ന് 5ാം ഭാവാധിപത്യം വരുന്നത് ശുക്രനാണ്. ഒരാൾ ശുക്രനാണെന്നും അടുത്ത ആൾ ശനിയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മിഥുനക്കൂറുകാർക്ക് നമുക്ക് 5ാം ഭാവാധിപത്യവും അതുപോലെ തന്നെ കേന്ദ്രാധിപത്യവും വരുന്ന വ്യാഴമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശുക്രനും വ്യാഴവുമാണ് മിഥുനക്കൂറുകാർക്ക് ആര്? യോഗകാരകത്വം വരുന്ന ഗ്രഹങ്ങൾ. ഒരു ത്രികോണത്തിൻ്റെയും ഒരു കേന്ദ്രത്തിൻ്റെയും ഒരു ത്രികോണത്തിൻ്റെയും ആധിപത്യം വരുന്ന ഗ്രഹമാണ്. അതുപോലെ തന്നെ കർക്കിടകൂറിൽ ആരൊക്കെയാണ് വരുന്നത്? പുണർദത്തിൽ മുക്കാല്, പൂയ, കൂറുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട യോഗകാരകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൊവ്വയാണ്. അതുപോലെ തന്നെ ചിങ്ങക്കൂറുകാർക്കും ആരാണ് യോഗകാരകൻ? അതും ചൊവ്വയാണ്. ഇങ്ങനെ ഓരോ കൂറുകാർക്കും നിങ്ങൾ നിങ്ങളുടെ കേന്ദ്രാധിപത്യം നോക്കുമ്പോൾ മനസ്സിലാകും. കന്നിക്കൂറുകാർക്ക് വരുമ്പോഴത്തേക്കിന് വ്യാഴവും അതുപോലെ തന്നെ ശുക്രനുമായിരിക്കും അവരുടെ യോഗകാരത്വം വരുന്നത്. ഇവർക്ക് തുലാക്കൂറുകാർക്ക് ശനിയായിരിക്കും. ഇവർക്ക് വരുന്നത് ഒന്ന് 5ാം ഭാവാധിപത്യം വ്യാഴവുമായിരിക്കും, 2ാമത് കേന്ദ്രാധിപത്യം വരുന്ന സൂര്യനുമായിരിക്കും. വൃശ്ചികക്കൂറുകാർക്ക് ആര് വരുന്നത്? യോഗകാരകത്വം വരുന്നത്. അടുത്ത ധനുക്കൂറുകാർക്ക് വരുന്ന ആരായിരിക്കും? പ്രധാനമായിട്ട് 5ാം ഭാവാധിപത്യം ചൊവ്വ വരും. അടുത്തതായിട്ട് 9ാം ഭാവാധിപത്യം വരുന്ന സൂര്യനും വരും. അങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും കുറിച്ച് നമ്മൾ ചിന്തിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് വീഡിയോസുകൾ നോക്കി മാസഫലം പറയുന്ന വീഡിയോസുകൾ മാത്രം നോക്കിയിട്ട് നമ്മളതിൻ്റെ അനുഭവം വരാൻ വേണ്ടിയിരിക്കുന്നതിന് പകരം നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിക്കുക. നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നം എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ് എന്ന് നിങ്ങൾ നോക്കുക. ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ അധിപതി ശുക്രനാണ്. തുലാക്കൂറിൻ്റെ അധിപതി ലഗ്നാധിപതി ശുക്രനാണ് എന്ന് എഴുതി വെക്കുക. അടുത്തതായിട്ട് നിങ്ങളുടെ ലഗ്നം ഇവിടെയാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ അധിപതി ചൊവ്വയാണെന്ന് എഴുതി വെക്കുക. ഇവിടെയാണ് വരുന്നതെങ്കിൽ ലഗ്നം വരുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ വ്യാഴമാണ് നിങ്ങളുടെ ലഗ്നാധിപൻ എന്ന് എഴുതി വെക്കുക. ഇവിടെയാണെങ്കിൽ ശനിയാണ് നിങ്ങളുടെ ലഗ്നാധിപൻ. ലഗ്നം ഇവിടെ വരികയാണെങ്കിൽ ഇവിടെയും വരുവാണെങ്കിൽ നിങ്ങൾ ശനിയാണ്. ഇവിടെ ഒരു ലഗ്നം വരുന്നവർ വ്യാഴമാണ് നിങ്ങളുടെ ലഗ്നാധിപൻ എന്ന് എഴുതി വെക്കുക. ഇവിടെയും വരുവാണെങ്കിൽ ശനിയാണ്. ലഗ്നം ഇവിടെ വരികയാണെങ്കിൽ ഇവിടെയും വരുവാണെങ്കിൽ നിങ്ങൾ ശനിയാണ്. ഇവിടെ ഒരു ലഗ്നം വരുന്നവർ വ്യാഴമാണ് നിങ്ങളുടെ ലഗ്നാധിപൻ. ലഗ്നം ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ ശനിയാണ്. ഇവിടെ ഒരു ലഗ്നം വരുന്നവർ വ്യാഴമാണ് നിങ്ങളുടെ ലഗ്നാധിപൻ എന്ന് എഴുതി വെക്കുക.
ഇവിടെയാണ് നിങ്ങളുടെ ലഗ്നം വരുന്നതെങ്കിൽ നിങ്ങൾ ചൊവ്വയാണ് നിങ്ങളുടെ ലഗ്നാധിപൻ എഴുതി വെക്കുക. ഇവിടെയാണ് നിങ്ങളുടെ ലഗ്നം വരുന്നതെങ്കിൽ നിങ്ങളുടെ ശുക്രനാണെന്ന് എഴുതി വെക്കുക. ഇവിടെയാണ് നിങ്ങളുടെ ലഗ്നം വരുന്നതെങ്കിൽ നിങ്ങളുടെ ബുധനാണ് ലഗ്നാധിപൻ എന്ന് എഴുതി വെക്കുക. അടുത്ത നിങ്ങളുടെ ലഗ്നം ഇവിടെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ചന്ദ്രനാണ് എന്ന് എഴുതി വെക്കുക. ഇവിടെയാണ് നിങ്ങളുടെ ലഗ്നം വരുന്നതെങ്കിൽ നിങ്ങൾ സൂര്യനാണെന്ന് എഴുതി വെക്കുക. ഇവിടെയാണ് നിങ്ങളുടെ ലഗ്നം വരുന്നതെങ്കിൽ ബുധൻ എന്ന് എഴുതി വെക്കുക. ഇത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്താണ് ലഗ്നം എന്ന് അടുത്ത ഒരൊറ്റ ചോദ്യത്തിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫലത്തിലേക്ക് പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനിക്കുമ്പോൾ സൂര്യോദയം നടന്ന രാശി. ഭൂമിയായിട്ട് സങ്കല്പിച്ചാൽ ഭൂമിയെ 12 ഖണ്ഡങ്ങളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജനിക്കുന്ന രാവിലെ 6 മണിക്ക് ശേഷം വൈകുന്നേരം 6 മണി വരെയുള്ള പിറ്റേ ദിവസം നേരം വെളുക്കുന്നത് വരെയുള്ള ഈ സമയങ്ങളിൽ ലഗ്നം മാറി 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 വരും. അതായത് സൂര്യോദയം നടന്ന രാശി, നിങ്ങൾ ജനിച്ചപ്പോൾ സൂര്യോദയം നടന്ന രാശി. ഇതും പ്രകാരമാണ് നമ്മുടെ തലയിലെഴുത്തിൽ പ്രകാരം ഈ 12 ഭാവങ്ങളിൽ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത ശുഭാശുഭ കർമ്മങ്ങളുടെ ഫലമായിട്ട് നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നം എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇതേ ഭാവത്തിൽ തന്നെ നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനും നിങ്ങൾക്ക് കണ്ടുപിടുത്താൻ സാധിക്കും. അതിന് നിസ്സാര കാര്യമേ ഉള്ളൂ. നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനെ കണ്ടെത്താൻ നിങ്ങളുടെ ചന്ദ്രൻ എവിടെയാണോ നിൽക്കുന്നതെന്ന് നോക്കിയാൽ മതി. അപ്പം നിസ്സാരമായിട്ട് അത് നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞതിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നില്ല. അശ്വതി ഭരണി കാർത്തികകാലർക്ക് ചന്ദ്രലഗ്നാധിപൻ ചൊവ്വയാണ്. കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തരക്കാർക്ക് ചന്ദ്രലഗ്നാധിപൻ ശുക്രനാണ്. മകേരത്തരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാലും നക്ഷത്രക്കാർക്ക് ചന്ദ്രലഗ്നാധിപൻ ബുധനാണ്. പുണർത്തത്തിൽക്കാലും പൂയോ ആയില്യക്കാർക്ക് ചന്ദ്രലഗ്നാധിപൻ ചന്ദ്രൻ തന്നെയാണ്. അടുത്തതായിട്ട് മകം പൂര ഉത്തരത്തിൽക്കാലുകാർക്ക് ചന്ദ്രലഗ്നാധിപൻ സൂര്യനാണ്. അടുത്തതായിട്ട് ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരേരയും കന്നിക്കൂറുകാർക്ക് ചന്ദ്രലഗ്നാധിപൻ ബുധനാണ്. അതുപോലെ തന്നെ ചിത്തിരേരയും ചോദ്യം വിശാഖത്തിൽ മുക്കാലും വരുന്ന തുലാക്കൂറുകാർക്ക് ചന്ദ്രലഗ്നാധിപൻ ശുക്രനാണ്. അതുപോലെ തന്നെ വിശാഖത്തിൽ കാലും അനുഴവും തൃക്കേട്ടയും വരുന്ന വൃശ്ചികക്കൂറുകാർക്ക് ചന്ദ്രലഗ്നാധിപൻ ചൊവ്വയാണ്. അതുപോലെ തന്നെ മൂലം പൂരാട് ഉത്രാടത്തിൽക്കാലുകാർക്ക് ചന്ദ്രലഗ്നാധിപൻ വ്യാഴമാണ്. ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തല വരുന്ന മകരക്കൂറുകാർക്ക് ചന്ദ്രലഗ്നാധിപൻ ശനിയാണ്. അതുപോലെ തന്നെ അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാലും വരുന്ന കുംഭക്കൂറുകാർക്ക് ചന്ദ്രലഗ്നാധിപൻ ശനിയാണ്. പൂരുരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി വരുന്നവർക്ക് ചന്ദ്രലഗ്നാധിപൻ വ്യാഴമാണ്. ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ഇനി ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇനി ഒരു കാര്യം പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്, ഓരോ രാശികളെ ഇടവിട്ട് ഓജരുക്മ രാശികൾ എന്ന് പറയും. ഓജം യുക്മം, അതായത് സ്ത്രീ പുരുഷൻ സ്ത്രീ പുരുഷൻ സ്ത്രീ പുരുഷൻ സ്ത്രീ പുരുഷൻ സ്ത്രീ പുരുഷൻ ഇങ്ങനെയാണ് ഗ്രഹങ്ങൾ വരുന്നത്. അപ്പൊ നിങ്ങളുടെ ലഗ്നം ഇവിടെ വരികയോ നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ ഇവിടെ വരുന്നവരോ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഇവിടെ ലഗ്നം വരുന്ന ആള് എൻ്റെ അധിപൻ ഓജ ചൊവ്വയാണ്, സുബ്രഹ്മണ്യനാണ് എൻ്റെ ദേവൻ. ആര്? ഇവിടെ ലഗ്നം വരുന്നവരോ ഇവിടെ ചന്ദ്രൻ വരുന്ന അശ്വതി ഭരണി കാർത്തികകാലുകാരോ എഴുതി വെക്കണം. ചിലപ്പോൾ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും, ലഗ്നം ഇവിടെ ആയിരിക്കും. അപ്പൊ 2 ലഗ്നാധിപനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഒന്ന് ചൊവ്വയും കിട്ടും, ഒന്ന് സൂര്യനെയും കിട്ടും. എന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ജ്യോതിഷം ആഗ്രഹിക്കുന്നവർ, ജ്യോതിഷപരമായി നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരാളെ ഞാൻ കുറ്റം പറയുന്നില്ല. നിങ്ങൾക്കിതാരും പറഞ്ഞു തരാൻ സാധ്യത വളരെ കുറവാണ്. ഇത് പരിഹരിച്ചാൽ, ഇത് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ പ്രശ്നം നോക്കേണ്ടി വരത്തില്ല. അത് ഞാൻ ഉറപ്പു തരാം. നിങ്ങളെ ലഗ്നം ചന്ദ്രനോ എവിടെ വേണേലും വന്നോട്ടെ, ഇവിടെ വേണേലും ചന്ദ്രനും വന്നോട്ടെ. ഇപ്പം എൻ്റെ ജാതക പ്രകാരം ലഗ്നം ഇവിടെയും ചന്ദ്രൻ ഇവിടെയുമാണ്. അപ്പം അത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം എൻ്റെ ലഗ്നാധിപൻ ശുക്രനും എൻ്റെ ചന്ദ്രലഗ്നാധിപൻ വ്യാഴവുമാണ്. എന്നാലോചിച്ച് നോക്കിക്കേ. അതുകൊണ്ടാണ് ജ്യോതിഷം പറയാൻ പറ്റുന്നത്. 2 ആചാര്യന്മാരാണ് നമ്മുടെ ലഗ്നാധിപനായിട്ട് നിൽക്കുന്നത്, ഒന്ന് ശുക്രനും ഒന്ന് വ്യാഴവും. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഉള്ള കാര്യം പറയാം. നമ്മൾ ഏറ്റവും കൂടുതൽ എൻ്റെ അമ്പലങ്ങളിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം, ഞാൻ ഏറ്റവും കൂടുതൽ ഏത് പൂജയ്ക്കും എടുക്കുന്ന ഒരു മന്ത്രമാണ് ശ്രീ സൂക്തം എന്ന് പറയും. സ്ത്രീയല്ല, ശ്രീ സൂക്ത മന്ത്രം ജപിക്കുന്ന ഏറ്റവും കൂടുതൽ ഡെയിലി ഈ മന്ത്രമാണ് ഞാൻ ജപിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ലഗ്നാധിപൻ ശുക്രനാണ്. ലക്ഷ്മി ദേവിയുടെ ശുക്രനായതുകൊണ്ട് ലക്ഷ്മി ദേവിയുടെ ശ്രീ സൂക്തം ജപിക്കാറുണ്ട്. രണ്ടാമത് നമ്മൾ പുരുഷ സൂക്തം, വിഷ്ണു ഭഗവാന്റെ മന്ത്രം പ്രകീർത്തിച്ചുകൊണ്ടുള്ള വിഷ്ണു പൂജ. ഞാൻ ജോലി ചെയ്യുന്ന അമ്പലത്തിൽ വിഷ്ണുവാണ് പ്രധാനപ്പെട്ട ദേവൻ. വിഷ്ണുവും ശിവനും ഒരേപോലെ പ്രധാനപ്പെട്ട ദേവനാണ്. ഇത് എൻ്റെ കാര്യം പറയാനല്ല വന്നെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങളുടെ ജാതകം എടുത്താൽ എവിടെ വരുന്നു അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ രാശി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ലഗ്നം വരുവാണെങ്കിൽ ചിങ്ങം, ഇവിടെ ലഗ്നം വരുവാണെങ്കിൽ കർക്കിടകം, ഇവിടെ ലഗ്നം വരുവാണെങ്കിൽ മേടം. ഇതിൻ്റെ അധിപൻ ചൊവ്വ,
ഇതിൻ്റെ അധിപൻ ശുക്രൻ, ഇതിൻ്റെ അധിപൻ ബുധൻ, ഇതിൻ്റെ അധിപൻ ചന്ദ്രൻ, ഇതിൻ്റെ അധിപൻ ചിങ്ങത്തിൻ്റെ അധിപൻ ആദിത്യൻ, കന്നിയുടെ അധിപൻ ബുധൻ, തുലാത്തിൻ്റെ അധിപൻ ശുക്രൻ, വൃശ്ചികത്തിൻ്റെ അധിപൻ ചൊവ്വ, ധനുവിൻ്റെ അധിപൻ വ്യാഴം, ശനി, മകരത്തിൻ്റെയും കുംഭത്തിൻ്റെയും അധിപൻ ശനി, മീനത്തിൻ്റെ അധിപൻ വ്യാഴം. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അടുത്തതായിട്ട് നിങ്ങളുടെ ലഗ്നം ഇവിടെ വരികയോ ചന്ദ്രലഗ്നം ഇവിടെ വരികയോ ചെയ്യുന്ന മേടക്കൂറുകാർക്ക് സുബ്രഹ്മണ്യനാണ് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ദേവതയെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ട മൂർത്തിയായിട്ട് ഞാൻ പറയും. ഭാഗ്യത്തിൻ്റെ ദേവതയുടെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, ധനത്തിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ചന്ദ്രലഗ്നമോ നിങ്ങളുടെ ജനന ലഗ്നമോ ഇവിടെ വരുന്നവർ ശുക്രനെയാണ് പ്രതിപ്പെടുത്തേണ്ടത്. ഇത് ഓജം രാശി, ഇത് യുഗ്മരാശിയാണ്. അപ്പം ഇത് ലക്ഷ്മി ദേവിയുടെ അന്നപൂർണേശ്വരിയുടെ ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അടുത്തതായിട്ട് നിങ്ങൾ ഇവിടെ ലഗ്നം വരികയോ ഇവിടെ ചന്ദ്രൻ വരുന്നോ ചെയ്യുന്നത് നിങ്ങൾ ബുധനാണ്. ബുധൻ എന്ന് പറയുമ്പോൾ ഓജം യുഗ്മം ഓജ ബുധൻ. അപ്പം ശ്രീകൃഷ്ണനെയാണ്. അതുകൂടാതെ അവതാര വിഷ്ണുവായിട്ടുള്ള നരസിംഹം, പരശുരാമൻ, ശ്രീരാമൻ, അതുപോലെ തന്നെ മഹാബലി, മഹാവിഷ്ണു, അതുപോലെ ക്ഷേത്രങ്ങളിൽ വിഷ്ണു അവതാര വിഷ്ണുവായിട്ടുള്ള വാമനമൂർത്തി ക്ഷേത്രങ്ങളിലെ നരസിംഹമൂർത്തിയുടെ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മഹാബലി എന്നല്ല തെറ്റി പറഞ്ഞതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന അവതാര വിഷ്ണുവായിട്ടുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ പൂജ നടത്തി പ്രാർത്ഥിക്കണം. ആര്? ഈ വരുന്ന നിങ്ങൾ ഈ വരുന്ന ഇവിടെ ചന്ദ്രൻ വരികയോ ഇവിടെ ലഗ്നം വരികയോ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയാണെങ്കിൽ മകരത്തരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാലുകാർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ ലഗ്നം ഇവിടെ ആയിരിക്കും വരുന്നത്. അപ്പം നിങ്ങളുടെ ഈ ലഗ്നാധിപൻ ശനിയാണെന്നും നിങ്ങളുടെ ചന്ദ്ര ലഗ്നാധിപൻ ബുധനാണെന്നും എഴുതി വെക്കുക. ഇച്ചിരി ബുദ്ധി പ്രയോഗിക്കണം എന്നാണ് എനിക്ക്. നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാന്നല്ല പറയുന്നത്, ഇത് മറ്റൊന്ന് മനസ്സിലാക്കണം. ഇത് ഞാൻ ജ്യോതിഷം പറയുന്നതിന് സമയം എടുക്കുന്നില്ല, ഇട്ടടയ്ക്കുന്നില്ല. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തതായിട്ട് ഇവിടെ വരുന്ന ലഗ്നം വരുന്നവരും ഇവിടെ വരുന്ന ഇത് വരുന്നവരും ചന്ദ്രനാണ്. കർക്കിടകം പുണർത്തത്തിൽ കാലും പൂയോ ആയില്യം വരുന്ന കർക്കിടകൂറുകാർക്ക് ചന്ദ്രനാണ്. ലഗ്നം വന്നാലും ചന്ദ്രൻ വന്നാലും നിങ്ങൾക്ക് ദുർഗാദേവി ഭജനമാണ് ഏറ്റവും പ്രധാനമായിട്ട്. അതുപോലെ തന്നെ ചന്ദ്രനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഈ നവഗ്രഹങ്ങളിൽ ഇതുപോലെ ഗ്രഹങ്ങളെ എടുത്തോണം. ഇവിടെ വരുന്നവർക്ക് ചൊവ്വയുടെ ധരണീക ഗർഭസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തന്തം മംഗളം പ്രണമാമ്യഹം എന്ന് പറയുന്ന സ്തോത്രമാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ജപിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ശുക്രൻ വരുന്നവർക്ക് ഓം ഹിമകുന്ദം പ്രണാളാപം ദൈത്യാനാം പരമഗുരും സർവശാസ്ത്ര പ്രവർത്താരം ഭാർഗവം പ്രണമാമ്യഹം. ഇപ്പുറത്തെ ബുധൻ വരുന്നവർക്ക് നമുക്കറിയാം ആ മന്ത്രം, ബുധന്റെ മന്ത്രം ജപിക്കുക, ചന്ദ്രന്റെ മന്ത്രം ജപിക്കുക. അതുപോലെ തന്നെ സൂര്യൻ ഇവിടെ വരുന്നവർക്ക് ലഗ്നം ഇവിടെ വരികയോ ചന്ദ്രൻ ഇവിടെ വരുന്നവർക്ക് നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനം ചിലപ്പോൾ ഇങ്ങനെ മാറി മാറി വരുമെന്ന് മനസ്സിലാക്കിക്കോണം. സൂര്യനാണ്. സൂര്യന്റെ നമുക്കറിയാം ജപാകുസുമ സംകാശം കാശിപേയം മഹാദിതിം തമോരിം സർവപാപഗ്നം പ്രണതോസ്മിൻ ദിവാകരം. അതുപോലെ തന്നെ സൂര്യന്റെ പ്രതിദേവത എന്ന് പറയുന്നത് ശൈവമൂർത്തികളായിട്ടുള്ള ശിവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം ശിവഭജനം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ചിങ്ങക്കൂറുകാർ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം, നിങ്ങൾക്ക് സമ്പത്ത്, ധന പുരോഗതി, ഇതുപോലെ ഓരോരുത്തരും അങ്ങനെ ചെയ്യുക. അടുത്തതായിട്ട് നമ്മളിവിടെ വരുമ്പോഴത്തേക്കിന് ഇത് യുഗ്മ ബുധനാണ്. യുഗ്മ ബുധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുപത്നിമാരായിട്ടുള്ള ദേവതമാർക്കാണ് രാധ, അതുപോലെ തന്നെ വരാഹി ദേവി, അതുപോലെ തന്നെ ലക്ഷ്മി ദേവി, അതുപോലെ തന്നെ നമുക്ക് അഷ്ടലക്ഷ്മി ദേവിമാരായിട്ടുള്ള എല്ലാ ദേവതകളെയും ലക്ഷ്മി ചൈതന്യത്തിൽ ആരാധിക്കുന്ന മൂർത്തികളെ ആരാധിക്കുന്നവർക്കാണ് ഈ ബുധൻ. ശ്രീകൃഷ്ണനെയും ആരാധിക്കാം. വൈഷ്ണവപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഈ രാശിയിൽ ലഗ്നം വരുന്ന ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരേരയും വരുന്ന ലഗ്നം ല എന്ന് പറഞ്ഞ് നേരത്തെ നമ്മൾ പറഞ്ഞു. ആ ലഗ്നം അല്ലെങ്കിൽ അവിടെ ചന്ദ്രൻ വരുന്ന ഈ നക്ഷത്രക്കാർക്കും ഇതാണ് പ്രധാനം. അടുത്തതായിട്ട് നമ്മൾ പറയുന്ന തുലാക്കൂറുകാർക്ക് വരുന്ന തുലാക്കൂറിൽ വരുന്ന ആരൊക്കെയാണ്? ചിത്തിരേരയും ചോദ്യം വിശാഖത്തിൽ മുക്കാൽ വരുന്ന ഞാൻ ജനിച്ചിട്ടുള്ള ലഗ്നം നിങ്ങൾക്ക് ശുക്രനാണ്. അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ശുക്രൻ നിൽക്കുന്നത് ഓജ ശുക്രനാണ്. ഇത് ഓജം യുഗ്മം ഓജം. ഓജ ശുക്രൻ എന്ന് പറയുമ്പോഴത്തേക്ക് വിഷ്ണു പത്നിയായിട്ടുള്ള ഈ സാക്ഷാൽ അന്നപൂർണേശ്വരി മഹാലക്ഷ്മി ദേവിയുടെ പ്രാർത്ഥനയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഇവർക്ക് ഏത് ദേവതമാരുടെ എടുക്കാം. വിഷ്ണു പത്നിമാരായിട്ടുള്ള സീതാദേവിയുടെ പ്രാർത്ഥന ചെയ്ത് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ രാധാദേവി പ്രാർത്ഥനകളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഏത് വിഷ്ണു പത്നിമാരായിട്ടുള്ള ദേവതമാർക്കെല്ലാം ചെയ്യാമെങ്കിലും നിങ്ങൾ തുലാക്കൂറുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണെന്ന് ചോദിച്ചാൽ ലക്ഷ്മി ദേവിയാണ്. അപ്പം നിങ്ങളുടെ ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത് നോക്കണം. ചന്ദ്രൻ ഇവിടെ വരുന്നതെങ്കിൽ ചിലപ്പോൾ ലഗ്നം ഇവിടെയാണ് വരുന്നതെങ്കിൽ ചന്ദ്രൻ ലഗ്നം ഒരുപോലെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ശുക്രൻ മാത്രമായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ ഇവിടെ പറയുമ്പോഴത്തേക്കിന് ചൊവ്വയാണ്. അപ്പം ഓജം യുഗ്മം ഓജം യുഗ്മരാശിയിൽ വരുന്ന ചൊവ്വയാണ്. നിങ്ങൾ ഭദ്രകാളി ദേവിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ആരൊക്കെയാണ്?
വിശാഖത്തിൽ കാല് അനിഴവും തൃക്കേട്ടയും വരുന്ന നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നിങ്ങൾ പൂജ ചെയ്യേണ്ടത് ഭദ്രകാളി ദേവിക്കാണ്. ഇത് നിങ്ങൾ ജ്യോതിഷ ചാനലിൽ നോക്കിയാൽ കാണത്തില്ല. പക്ഷേ ഇത് നിങ്ങൾ ജ്യോതിഷം നോക്കാൻ തരാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യമല്ല, ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. ഇതും പ്രകാരം നിങ്ങൾ ചെയ്താൽ ഒരു കാരണവശാലും ഒരു ജ്യോതിഷനെയും വിളിച്ചിട്ട് ജ്യോതിഷം നോക്കേണ്ട യാതൊരു ആവശ്യവും വരത്തില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് അനുഭവത്തിൻ്റെയും കൂടെ വെളിച്ചത്തിലാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. അപ്പം നമ്മൾ പറഞ്ഞു ഇത് ഓജ വിഷ്ണുവാണ്, വിഷ്ണുദേവനാണ് ഇവിടെ വരുന്നത്. അവിടെ വരുന്ന ആരൊക്കെയാ? മൂലം, പൂരാട, ഉത്രാടത്തിൽക്കാരുകാർക്ക് നിങ്ങൾക്ക് വിഷ്ണുദേവനാണ്, മഹാവിഷ്ണു തന്നെയാണ്. ശ്രീകൃഷ്ണനോ അവതാര മൂർത്തികളായിട്ടുള്ള സാക്ഷാൽ മഹാവിഷ്ണുവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ട ധനുക്കൂറുകാർ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ ഭാഗ്യദേവത എന്നല്ല പറയുന്നത്, ധനത്തിൻ്റെ ദേവതയല്ല പറയുന്നത്, ലഗ്നാധിപനായിട്ടുള്ള ദേവൻ വിഷ്ണുവാണ്. അപ്പോൾ വിഷ്ണു ഭജനമാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഇവിടെ വരുമ്പോൾ നമ്മൾ യുഗ്മശനിയാണ്. യുഗ്മശനി എന്ന് പറയുമ്പോഴത്തേക്കിന് ശാസ്താ ഭജനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നിങ്ങൾ ആരൊക്കെയാണ് വരുന്നത്? ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തല വരുന്ന മകരക്കൂറുകാർ, നിങ്ങളുടെ ജാതകപ്രകാരം വ്യാഴം നീചത്തിൽ വരുന്ന ഒരു ഭാവവും ചൊവ്വ ഉച്ചത്തിൽ വരുന്ന ഒരു രാശിക്കാരുമാണ് മകരക്കൂറെന്ന് പറയുന്നത്. മകരക്കൂറുകാർ ഏറ്റവും ശക്തരായിട്ടുള്ള ശത്രുക്കളെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഒരേ ഒരു നക്ഷത്രക്കാരാണ് മകരക്കൂറുകാരെന്ന് പറയുന്നത്. ഇവരെ പെട്ടെന്നൊന്നും പിടിത്തം കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കാരുടെ സ്വഭാവ സവിശേഷതയല്ല ഇപ്പം നമ്മൾ പറയുന്നത്. വ്യാഴം നീചത്തിലും ചൊവ്വ ഉച്ചത്തിലും സംഭവിക്കുന്ന കൂറുകാരാണ് മകരക്കൂറുകാർ. അപ്പം ഈ നക്ഷത്രക്കാർക്ക് ശനി ശാസ്താഭജനമാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ള പൂജ. അപ്പം ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന വഴിപാടുകൾ നടത്തി സ്ഥിരമായി പ്രാർത്ഥിക്കാമെങ്കിൽ സർവ്വ ഐശ്വര്യം ഉണ്ടാകും. ഇത് നമുക്ക് ഓജശനിയാണ്. ഓജം എന്ന് വെച്ചാൽ പുരുഷ ശനി. അത് നിങ്ങളെ രാശികളെ കുറിച്ച് മനസ്സിലാക്കണം. ഇത് ഹനുമാൻ സ്വാമി വഴിപാടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. ഇത് ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം. ഇത് സുബ്രഹ്മണ്യനായി ഇത് ചൊവ്വയാണ്. ഇവിടെ വന്നപ്പോൾ നമ്മൾ സുബ്രഹ്മണ്യനെ പറഞ്ഞു, പക്ഷേ ഇത് ചൊവ്വയാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും ആരെ പറഞ്ഞു? ഭദ്രകാളി ദേവിയെ പറഞ്ഞു. ഇത് വന്നപ്പോൾ ഇവിടെയും ശനിയാണ്, ഇത് ശനിയാണ്, ശനിയുടെ ക്ഷേത്രമാണെങ്കിൽ ഇത് ആരെ പറഞ്ഞു? ശാസ്താവിനെ പറഞ്ഞെങ്കിൽ ഇതിനാരെ പറഞ്ഞു? ഹനുമാൻ സ്വാമിയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഹനുമാൻ സ്വാമിക്കുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും പൂജകളും ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് പ്രശ്നം ഉണ്ടാകത്തുകയില്ല. ഇവിടെ വരുന്നവർ നേരത്തെ പറഞ്ഞ പോലെ മഹാലക്ഷ്മി ദേവിയെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ലക്ഷ്മി ദേവി വിഷ്ണു ഭഗവാനെയാണ്. ലക്ഷ്മി സമേതനായിട്ടുള്ള ലക്ഷ്മി നാരായണ പൂജ ഒക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും ശാന്തി സമാധാനം ഉണ്ടാകുന്നതിനും പെട്ടെന്നുള്ള എല്ലാ കാര്യസാധ്യങ്ങൾക്കും എല്ലാ വഴിപാടുകളും ചെയ്യേണ്ടത് പൂരുരുട്ടാതി കാൽ ഉത്തരട്ടാതി രേവതി വരുന്ന മീനക്കൂറുകാർ ലക്ഷ്മി ദേവിയാണ്. അപ്പം ഇവിടെ വരുമ്പോൾ വ്യാഴമാണെങ്കിലും വ്യാഴത്തിൻ്റെ പത്നിയായിട്ടുള്ള സ്ത്രീ രാശിയാണിത്. അപ്പം ഇങ്ങനെ ഗ്രഹങ്ങൾ വിട്ട് മാറി വരും. അപ്പം ഇത്രയും കാര്യങ്ങൾ ആമുഖമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ഗ്രഹങ്ങളുടെയും ഉച്ചനീച രാശികൾ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പെട്ടെന്ന് പറയുന്നു. വ്യാഴത്തിൻ്റെ ഉച്ചരാശി എന്ന് പറയുന്നത് കർക്കിടകമാണ്. വ്യാഴം ഉച്ചരാശി എന്ന് വെച്ചാൽ ഏറ്റവും ബലം വർദ്ധിക്കുന്ന സമയം കർക്കിടകത്തിൽ നിൽക്കുമ്പോഴാണ്. അടുത്ത വർഷം മെയ് മാസത്തിൽ വ്യാഴം ഉച്ചരാശിയിലേക്ക് വരാൻ പോവാണ്. ഒരു വർഷം അതിൻ്റെ ഫലം പിന്നീടാണ് പറയുന്നത്, ഇപ്പോഴല്ല വരുന്നത്, 2026 മെയ് മാസത്തിൽ. അതുപോലെ തന്നെ ഈ വ്യാഴം നീചത്തിലാവുന്നതാണ് മകരം. അതുപോലെ തന്നെ സൂര്യൻ, നമുക്ക് സൂര്യനെ തൊട്ട് തുടങ്ങാം. സൂര്യൻ ഉച്ചരാശി എന്ന് പറയുന്നത്, സൂര്യൻ്റെ ഉച്ചരാശി എന്ന് പറയുന്നത് മേടൻ രാശിയാണ്. സൂര്യൻ്റെ നീചരാശി എന്ന് പറയുന്നത് തുലാൻ രാശിയാണ്. നിങ്ങളുടെ ജാതകത്തിൽ സൂര്യൻ ഇവിടെ നിൽക്കുക, രാ എന്ന് പറയുന്ന അക്ഷരം ഇവിടെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ദോഷമായിരിക്കും. സൂര്യൻ ഇവിടെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ജ്യോതിഷമേ നോക്കേണ്ടി വരത്തില്ല. രാഷ്ട്രീയ പ്രവർത്തകർ, അതുപോലെ തന്നെ മരുന്നുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ഒക്കെ ആയിരിക്കും. നമുക്ക് എപ്പോഴും നമ്മൾ ചിന്തിച്ച് നോക്കണം, ഡോക്ടർമാരായിട്ടുള്ള കൂടുതൽ ആളുകൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി വ്യക്തിപരമായി പറയില്ല, ഒരു 90% ആളുകളെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ദൈവവിശ്വാസത്തെക്കുറിച്ച് വലിയ ഇതൊന്നും കാണത്തില്ല. അവർക്ക് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. മരുന്ന് കഴിച്ചാൽ രോഗം മാറും, അല്ല ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളവരാണ്. സത്യത്തിൽ അവരുടെ ആദിത്യൻ ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അവർ ഡോക്ടർ ആയിട്ടുള്ളത് എന്നുള്ള സത്യം അവർക്ക് അന്നേരം മനസ്സിലാകത്തില്ല. ഒരു 10-70-80 വയസ്സൊക്കെ ആകുമ്പോൾ മനസ്സിലാവും. അത് പോട്ടെ, ആ കാര്യമല്ല പറയുന്നത്. അപ്പം ഡോക്ടർമാരെ ആരെയും നമ്മളങ്ങനെ പറഞ്ഞതല്ല, അവരുടെ രാശിയിൽ പെടുന്ന ഒരു കാര്യമാണ്. അപ്പം സൂര്യൻ നമുക്ക് മേടൻ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ സൂര്യൻ ഏറ്റവും ബലമായിട്ടും ഈ തുലാൻ രാശിയിൽ നിന്നാൽ ഏറ്റവും നീചമായിട്ടും വരും. അടുത്തായിട്ട് ചന്ദ്രൻ ഏറ്റവും ബലവാനായിട്ട് നിൽക്കുന്ന രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയിലാണ്
ഉച്ചരാശി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ, രണ്ടാമത് ചന്ദ്രൻ. നീചരാശി എന്ന് പറഞ്ഞത് വൃശ്ചികമാണ്. വിശാഖത്തിൽക്കാലും അനിഴവും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ മനഃശാന്തി, സമാധാനം, സ്വസ്ഥത എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകാത്തതിൻ്റെ പ്രധാന കാരണം നിങ്ങൾക്ക് ചന്ദ്രൻ നീചരാശിയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ കാർത്തിക മുക്കാല് രോഹിണി മകേരത്തര വരുന്നവർക്ക് ചന്ദ്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഇനി ഭൂമി ഇടിഞ്ഞു താഴെ പോകുമെന്ന് പറഞ്ഞാൽ അവരിന്ന് ചിരിക്കുന്നവർക്കാണ്. യാതൊരു ടെൻഷനും ഉണ്ടാകത്തില്ല, മനസ്സിന് ഭയങ്കര കട്ടിയായിരിക്കും. ഈ നക്ഷത്രക്കാരാ കാർത്തിക മുക്കാല് രോഹിണി മകേരത്തര വരുന്നവർക്ക് ഇവർ ദുർബല മനസ്സുള്ളവരായിരിക്കും. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നീചഭാവത്തിൽ നിൽക്കുക. ഇങ്ങനെ പറയാനുള്ള കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ദുർഗാദേവി ഭജനം ചെയ്യുകയും മാതൃകുടുംബത്തിൽ വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാലേ ആ ദോഷങ്ങൾ മാറത്തുള്ളൂ. അടുത്തതായിട്ട് ചന്ദ്രനും പറഞ്ഞു. ചൊവ്വ ഏറ്റവും കൂടുതൽ ഉച്ചരാശിയിൽ വരുന്നത് നമുക്ക് മകരത്തിലാണ് ചൊവ്വ. അതുപോലെ നീചഭാവം എന്ന് പറയുന്നത് കർക്കിടകമാണ്. ചൊവ്വയുടെ നീചഭാവം കർക്കിടകം, ഉച്ചരാശി എന്ന് പറയുന്നത് മകരമാണ്. അപ്പം നിങ്ങൾക്ക് എവിടെയാണ് ചൊവ്വ നിൽക്കുന്നത് നിങ്ങൾ നോക്കണം. ഇവിടെ നിൽക്കുന്നവരാണെങ്കിൽ പ്രയാസമാണ്, ധൈര്യക്കുറവ്, അതുപോലെ തന്നെ ഭയം, ഇങ്ങനെയുള്ള ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ വരുന്നവരാണ് ഏറ്റവും കൂടുതൽ മിലിറ്ററി, പോലീസ്, യൂണിഫോമുള്ള തൊഴിലുകളൊക്കെ ഏർപ്പെടുന്നത്. ചൊവ്വയാണ് യൂണിഫോമുള്ള തൊഴിലിൻ്റെ കാരകൻ എന്നുകൂടെ പറയും. അടുത്തതായിട്ട് ബുധൻ ഉച്ചരാശി എന്ന് പറയുന്നത് സ്വക്ഷേത്രം തന്നെയായിട്ടുള്ള മൂലക്ഷേത്രമായിട്ടുള്ള കന്നിയിലാണ്. നീചം വരുന്നത് മീനത്തിലാണ്. അത് മനസ്സിലാക്കിയിരിക്കണം. ബുധൻ എന്ന് പറയുന്നത് സർവ്വവിദ്യാ വിശാരദൻ, അതുപോലെ തന്നെ സർവ്വ കലകളും അറിവുകളും, വിദ്യ, എഴുത്ത്, ശാസ്ത്രം, അങ്ങനെയുള്ള കാര്യങ്ങളും, കമ്പ്യൂട്ടർ, കണക്ക്, CA പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കാര്യമാണ്. കുട്ടികളുടെ വിദ്യാകാരകനും കൂടെയാണ് ബുധൻ. അപ്പം ബുധൻ നീചത്തിൽ, അതായത് മീനത്തിൽ ബുധൻ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ബുധൻ നീചഭാവമാണെന്നും, ബുധൻ കന്നിരാശിയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ജനിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ഉച്ചരാശിയിലാണ് ബുധൻ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം. അടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബുധൻ പറഞ്ഞു, നേരത്തെ വ്യാഴത്തിൻ്റെ പറഞ്ഞു കഴിഞ്ഞു. വ്യാഴം ഉച്ചരാശി ഇവിടെ, നീചരാശി ഇവിടെ. അത് കഴിഞ്ഞാൽ ശുക്രൻ നീചരാശി എന്ന് പറയുന്നത്, ശുക്രൻ്റെ നീചരാശി എന്ന് പറയുന്നത് ബുധൻ്റെ ക്ഷേത്രമായിട്ടുള്ള കന്നിരാശിയാണ്. ശുക്രൻ ഇവിടെ നിങ്ങളുടെ ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ നമുക്ക് ശുക്രൻ നീചത്തിലാണെന്നും, ശുക്രൻ ഉച്ചരാശി ഇതാണ് മീനൻ രാശി. വ്യാഴത്തിൻ്റെ രാശിയിൽ വരുമ്പോഴാണ് ശുക്രന് ബലം വരുന്നത്. കാരണം ശുക്രൻ ഇത് സ്ത്രീ രാശിയും കൂടാണ്, വ്യാഴത്തിൻ്റെ സ്ത്രീ രാശിയും കൂടാണ്. ശുക്രൻ മീനത്തിൽ നിൽക്കുമ്പോൾ സൂര്യൻ ഉച്ചത്തിലാവും. അടുത്തത് നമ്മൾ ശനിയുടെ കാര്യം പറഞ്ഞു. ശനിക്ക് ഉച്ചരാശി ഇതും നീചരാശി മേടവും. അപ്പം എല്ലാ ഗ്രഹങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രാഹുകേതുക്കൾക്ക് അങ്ങനെ പറയുന്നില്ല. ഉച്ചരാശി നീചരാശിയായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഇടവം വൃശ്ചികമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആധികാരികമായിട്ടത് പറയുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ജ്യോതിശാസ്ത്രപരമായിട്ട് ശുക്രൻ്റെ രാശി മാറ്റം കൊണ്ട് 12 കൂറുകാർക്കും അനുകൂലമായിട്ടുള്ള ഫലസിദ്ധിയും അതുപോലെ തന്നെ പ്രതികൂലമായിട്ടുള്ള ഫലസിദ്ധി വരുന്നവർ വളരെ ചുരുക്കം ആൾക്കാരാണ് വരുന്നത്. കാരണം തുലാക്കൂറുകാർക്ക് ശുക്രൻ 6ലേക്ക് മാറുവാണ്. എങ്കിലും സ്വക്ഷേത്ര ചന്ദ്രലഗ്നാധിപനും ആയതുകൊണ്ട് തുലാക്കൂറുകാർക്ക് ആ പ്രശ്നം വരുന്നില്ല. അടുത്തതായിട്ട് ഈ കൂറുകാർക്ക് വരും. ആരാണ്? മൂലം പുരാടം ഉത്രാടത്തിക്കാലുകാർക്ക് ശുക്രൻ ഇപ്പോൾ 6ാം ഭാവത്തിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് വരുന്നത്. അപ്പം മഹാലക്ഷ്മി യോഗം, അതുപോലെ തന്നെ ഏറ്റവും വലിയ ഗുണകാരകൻ, അതായത് ഇനി നിങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ജ്യോതിശാസ്ത്രത്തോടു കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരൊറ്റ കാര്യം കൂടെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം നമ്മൾ മാറുകയാണ്. ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വേറെ വിഷയത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ജാതകത്തിൽ ലഗ്നം എന്ന് പറയുന്ന ഭാവം 1ാം ഭാവമായിട്ട് കൂട്ടുക. എവിടെ വേണമെങ്കിലും വന്നോട്ടെ, ഇതിലെവിടെ വന്നാലും അത് നിങ്ങളുടെ 1ാം ഭാവമായിട്ട് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ വരുന്നതിനെ ഒന്നായിട്ട് കൂട്ടാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഭാവത്തെ കൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മസ്ഥാനമാണ്, നിങ്ങളെ തന്നെ ചിന്തിക്കുന്ന ഭാവമാണ്. അപ്പം ആയുസ്, ശരീരം, സ്വഭാവം, കീർത്തി, സുഖം, ജയം, ആത്മപ്രഭാവം എന്നിവയെല്ലാം നമ്മുടെ ലഗ്നഭാവം കൊണ്ടും 2ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനം, വിദ്യ, കുടുംബസ്ഥാനം. അപ്പം നിങ്ങളുടെ ലഗ്നം ഇവിടെയാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ 2ാം ഭാവം ഇവിടെയായിരിക്കും. ലഗ്നം ഇവിടെയാണ് വരുന്നതെങ്കിൽ ഇവിടെ 2ാം ഭാവമായിരിക്കും. ലഗ്നം ഇവിടെ വരുവാണെങ്കിൽ ഇത് 2ാം ഭാവമായിരിക്കും. അങ്ങനെ നിങ്ങൾ ഓരോ ഭാവങ്ങളെയും നിങ്ങൾ തന്നെ സ്വയം കണക്കൂട്ടി ആദ്യം ഒരു നോട്ടിൽ എഴുതി വെക്കുക. ഇപ്പം നമ്മൾ ഓരോരുത്തർക്കും എഴുതി വെക്കുന്ന ഒരു കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരാളുടെ ജാതകമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അയാൾക്ക് എഴുതി കൊടുത്ത് അയച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നിങ്ങളുടെ ഒരാളുടെ ലഗ്നമാണ്. ലഗ്നത്തിൽ 1ാം ഭാവത്തിൽ അവിടെ കേതുവും ഗുളികനും നിൽക്കുന്നു. അത് ദോഷമാണ് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. 2ാം ഭാവം ധനസ്ഥാനത്ത് ആരുമില്ല. 3ാം സ്ഥാനം കുടുംബസ്ഥാനത്ത് ആരുമില്ല. 4ാം ഭാവം ഗൃഹം വാഹനസ്ഥാനം, അവിടെ ചന്ദ്രനുണ്ട്. 5ാം ഭാവം മനസ്സ് സന്താനസ്ഥാനത്ത് വ്യാഴം നിൽപ്പുണ്ട്. ഒരാളുടെ ജാതകമാണ്. 6ാം ഭാവം ശത്രുസ്ഥാനം രോഗസ്ഥാനം, അവിടെ ചൊവ്വയുണ്ട്. 7ാം ഭാവം ഭാര്യാസ്ഥാനമാണ്, അവിടെ ശുക്രന് രാഹു നിൽപ്പുണ്ട്. അപ്പം അവിടെ 8ാം ഭാവത്തിൽ ആയുസ്, അവിടെ ദോഷമാണ്. ഇദ്ദേഹത്തിന് സൂര്യൻ ബുധൻ ഭാഗ്യസ്ഥാനത്ത് നിൽപ്പുണ്ട്. ശനി കർമ്മസ്ഥാനത്ത് നീചമായിട്ട് നിൽക്കുകയാണ്.
ഈ ജാതകത്തെ ഒരുപാട് പഠിക്കേണ്ട ഒരു ജാതകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ജാതകം എന്ന് പറയുന്നത്. ഒരാൾ നമ്മളോട് പറയുമ്പോൾ അവർ പറഞ്ഞില്ലെങ്കിൽ പോലും അവർ നമ്മൾ ചോദിക്കുക നിങ്ങൾ എന്ത് ചെയ്യുന്നു. ഒരു ഡേറ്റിൽ ജനിച്ച ഒരാൾ പല വിഭാഗങ്ങളിലോട്ട് പോകാമല്ലോ. ഒരു ഡേറ്റ് പറയാം 1/1/2000 ജനിച്ച ഒരാൾക്ക് ഇപ്പോൾ 24 വയസ്സുണ്ടെങ്കിൽ അതൊരു പെൺകുട്ടിയാണെങ്കിൽ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞു പോയെന്നിരിക്കും. ചില പെൺകുട്ടികൾ വിവാഹം കഴിച്ചെന്ന് വരത്തില്ല. ചിലർ UK ചിലർ നാട്ടിലായിരിക്കും. ഒരേ ഡേറ്റിൽ തന്നെ ഉള്ളവരായിരിക്കും. അപ്പോൾ നമ്മളോട് ചോദിക്കും നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ജാതകത്തിൽ എന്താ അവസ്ഥയെന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എവിടെ നിൽക്കുന്നു, ആരുടെ മകളായിട്ട് ജനിക്കുന്നു, ഏത് കുടുംബത്തിൽ ജനിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ ജാതകം നോക്കിയിട്ട് അവരവരുടെ വിഷയം പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജാതകം തന്നെ നോക്കിക്കോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ആ ഒരാളിൻ്റെ ഒരു പുരുഷൻ്റെ ജാതകമാണിത്. അദ്ദേഹത്തിൻ്റെ ലഗ്നം ഇവിടെയാണ് വന്നിരിക്കുന്നത്. ലഗ്നം അവിടെ കേതുവും ഗുളികനും നിൽക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിൽ. അപ്പം ഇദ്ദേഹത്തിന് പല വിധത്തിലുള്ള രോഗാരിഷ്ടതകളുണ്ടെന്നും മനസ്സിന് ടെൻഷനുണ്ടെന്നും അതുപോലുള്ള ദുരിതങ്ങളുണ്ടെന്നും ഇദ്ദേഹത്തിന് ഭാര്യയുമായിട്ട് എപ്പോഴും കലഹമാണ് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്ത് പരിപാടി ചെയ്തിട്ടും എന്ത് കർമ്മം ചെയ്തിട്ടും ഇദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് പൈസയൊക്കെ പോയി. 1 കോടിയല്ല 2 കോടിയല്ല, ഒരു കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളൊക്കെ വന്ന് ഒരു ബിസിനസ് നടത്തിയ ഒരു കക്ഷിയുടെ ജാതകമാണ്. ഇതാരാണ് എന്താണെന്ന് പറയുന്നില്ല. ഇത് നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, നമുക്കിത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിൽ കേതുവും ഗുളികനും നിൽക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് രോഗാരിഷ്ടതകൾ, അപവാദങ്ങൾ, ധനനഷ്ടങ്ങൾ, കേസ് വഴക്കുകളൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ പറയേണ്ട കാര്യമില്ല, കറക്റ്റാണ്. 2ാം ഭാവം ധനസ്ഥാനമാണ്. ഈ 2ാം ഭാവത്തിൻ്റെ അധിപൻ സൂര്യനാണ്. അത് 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുക. ധനാധിപൻ ബുധൻ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് അവിടെ തന്നെ ബുധൻ നീചത്തിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ശനി നിങ്ങൾ നോക്കിക്കോ, ശനി നീചത്തിൽ നിൽക്കുകയാണ്. കർമ്മസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം ഭാര്യാധിപനും ആയുസ്സിൻ്റെ അധിപനുമായിട്ടുള്ള ശനി എവിടെ പോയി നിൽക്കുന്നു, നീചത്തിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ധനസ്ഥാനത്ത് ആരും ഇല്ലെങ്കിലും സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്, നല്ലതാണ്. അതുപോലെ തന്നെ കുടുംബസ്ഥാനമായിട്ടുള്ള 3ാം ഭാവത്തിൽ ആരുമില്ല. കുടുംബസ്ഥാനാധിപൻ കുടുംബമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. കറക്റ്റാണ്. ബുധൻ നീചത്തിലാണ് നിൽക്കുന്നത്. നീചഭംഗ രാജയോഗം പറയുന്നുണ്ടെങ്കിലും ബുധൻ നിൽക്കുന്നത് നീചത്തിലാകുന്നുണ്ട്. അപ്പോൾ കുടുംബസ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടു. 4ാം ഭാവം ചന്ദ്രൻ നിൽക്കുന്നു. അതുകൊള്ള അദ്ദേഹം വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലുകളാണ് ചെയ്യുന്നത്. കറക്റ്റാണ്. ചന്ദ്രൻ വന്നിട്ടുണ്ട്. അപ്പം സഞ്ചരിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നു. അതിൽ നിന്ന് വാഹനങ്ങളിൽ നിന്ന് വരുമാനം ഉണ്ടാകുന്നുണ്ട്. 5ാം ഭാവം വ്യാഴം. എന്തൊക്കെ സംഭവിച്ചിട്ടും ഇദ്ദേഹം വീണ്ടും ലോണൊക്കെ എടുത്ത് വീണ്ടും ബിസിനസ് നന്നാകും എന്നുള്ള കാര്യത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വ്യക്തിയെ പറയുന്നില്ല, കാര്യം വ്യാഴമാണ്. മനസ്സിൻ്റെ സ്ഥാനം. മനസ്സുകൊണ്ട് കക്ഷിയെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. കക്ഷിയുടെ മനസ്സിൻ്റെ സ്ഥാനത്ത് വ്യാഴം. അതുപോലെ തന്നെ ശത്രു രോഗസ്ഥാനത്ത് ചൊവ്വ നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇതാണ് യോഗകാരകനും കൂടിയാണ് ചൊവ്വ. അപ്പം ചൊവ്വ 6ാം ഭാവത്തിൽ വന്നതുകൊണ്ട് കക്ഷിക്ക് ആ പ്രശ്നങ്ങൾ വരുന്നില്ല. 7ാം ഭാവത്തിൽ ശുക്രനും രാഹുവും ഭാര്യ സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ആയുസ്സിൻ്റെ അധിപൻ ശനിയാണ്, നീചത്തിൽ നിൽക്കുകയാണ്. ആയുസ് വലുതായിട്ടില്ല കക്ഷിക്ക്. അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് സൂര്യൻ നിൽപ്പുണ്ട്, അത് നല്ലതാണ്. ധനാധിപൻ ഭാഗ്യസ്ഥാനത്തുണ്ട്. അതുപോലെ തന്നെ കർമ്മസ്ഥാനത്ത് ശനി, ലാഭസ്ഥാനത്ത് ആരുമില്ല, നഷ്ടസ്ഥാനത്തും ആരുമില്ല. ഇങ്ങനെ ഒരു ജാതകമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ശുക്രൻ ബലവാനായിട്ട് ഇടവൻ രാശിയിൽ വരുമ്പോൾ മഹാലക്ഷ്മി യോഗം, ചന്ദ്രൻ്റെ സഞ്ചാരം കൊണ്ട് ശരഭയോഗവും കൂടെ സംഭവിക്കുന്നത് കൊണ്ട് മേടക്കൂറുകാർക്ക് ധനസ്ഥാനത്തേക്കാണ് ശുക്രൻ്റെ രാശിമാറ്റം വന്നിരിക്കുന്നത്. മേടക്കൂറിൽ വരുന്ന ഏത് തൊഴിലാളികളായാലും, എന്ത് ബിസിനസ് ചെയ്യുന്നവരായാലും, എന്ത് കാര്യം ചെയ്യുന്നവരായാലും, മിലിറ്ററി ഉൾപ്പെടെ വിദേശത്തുള്ള ആരായാലും, ലോകത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടല്ല ജ്യോതിഷം പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നാലും നിങ്ങളുടെ ധനസ്ഥാനത്തേക്ക് ശുക്രൻ്റെ വരവ് കാരണം നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള പുരോഗതി, വിദ്യാപുരോഗതി, അതുപോലെ തന്നെ വാക്കുകളിൽ നല്ല ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബ സൗഖ്യം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇവിടെ നിൽക്കുന്ന ശുക്രൻ നിങ്ങളുടെ അഷ്ടമരാശിയിലേക്ക് നോക്കുന്നുണ്ട്. നേരെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. 7ാം ഭാവത്തിലേക്ക് ഒരു ദൃഷ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമില്ലെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ ധനസ്ഥാനത്തേക്ക് വരുന്നതിൻ്റെ ഗുണമാണ് അശ്വതി ഭരണി കാർത്തികകാലുകാർക്ക് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഇടവക്കൂറുകാർക്ക് പറയുന്നത് ശുക്രൻ ജന്മത്തിലേക്ക് വരുന്നതുകൊണ്ട് ലക്ഷ്മി യോഗം ഉണ്ടാകുന്നുണ്ട്. അപ്പം ശുക്രൻ ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. 2ാം ഭാവം നിങ്ങൾക്ക് ആത്മസ്ഥാനത്തേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് രോഗാരിഷ്ടതകളുണ്ടെങ്കിൽ വിട്ടൊഴിഞ്ഞു മാറുക, വിവാഹാദി മംഗളകാര്യങ്ങൾ, അതുപോലെ ധനപരമായിട്ടുള്ള പുരോഗതി, വസ്ത്രാഭരണാദി ലാഭങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ട് വേണം ഇതിനെ മനസ്സിലാക്കാൻ. അടുത്തതായിട്ട് മിഥുനക്കൂറുകാർക്കാണ് ദോഷം. 12ാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നുണ്ട്. ശുക്രൻ മാറി നിൽക്കുകയാണ്. ശുക്രൻ മാറി വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അത്ര ഗുണകരമല്ല. ഇപ്പോൾ ഒരു അനുകൂല സമയം നമുക്ക് പറയാൻ പറ്റുന്നത് വ്യാഴത്തിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്കിവിടെ ഉണ്ട്, സൂര്യനും ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പ്രധാനമായിട്ട് ഈ ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങളെ ഇപ്പോൾ ബാധിക്കത്തില്ല.
വ്യാഴത്തിന് ജൂലൈ മാസം 7-ാം തീയതി വരെ ഒരു മൗഢ്യമുണ്ട്. ആ മൗഢ്യം മാറിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ തുടരുവാണ്. ശുക്രന്റെ മാറ്റം അടുത്ത മാസം ഇങ്ങോട്ട് വരുന്നുണ്ട്. ജൂലൈ മാസം 26-ാം തീയതി അങ്ങോട്ട് മാറുന്നുണ്ട്. അപ്പം സംഭവിക്കാൻ പോകുന്നത് ലക്ഷ്മി നാരായണ യോഗം സംഭവിക്കും. കർക്കിടക കൂറുകാർക്ക് വ്യാഴം 12-ലാണെങ്കിലും കർക്കിടക കൂറുകാർക്ക് വ്യാഴം സൂര്യനും 12-ലാണെങ്കിലും ശുക്രൻ 11 ലാഭസ്ഥാനത്തേക്ക് നിൽപ്പുണ്ട്. ആ ശുക്രനെ കൊണ്ട് മാത്രമാണ് ബാക്കി പറയുന്നത്. നിങ്ങൾക്ക് ധനസ്ഥാനത്ത് ചൊവ്വയും കേതുകൊണ്ട്, അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് ശനിയുടെ സ്ഥിതിയാണ്. അപ്പോൾ നമ്മൾ ശുക്രനെ കൊണ്ടുള്ള ഫലസിദ്ധി പറയുമ്പോൾ ശുക്രൻ ലാഭസ്ഥാനത്ത് വന്നതുകൊണ്ട് ധനപരമായിട്ടുള്ള പുരോഗതി, അതുപോലെ തന്നെ ഏതു വിധത്തിലും ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് ലാഭം, വിദ്യാലാഭം, തൊഴിൽ ഭാഗ്യം, വിദേശയാത്രാ യോഗം എന്ന് വേണ്ട കർക്കിടക കൂറുകാർക്ക് അനുകൂലം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലും ഒരു ആനുകൂല്യം പ്രതീക്ഷിച്ചോണം. ഒരു കേസിന്റെ കാര്യമാണെങ്കിൽ അവിടെ ആനുകൂല്യം, വസ്തു വിൽപ്പനയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അവിടെ ഒരു ആനുകൂല്യം, നിങ്ങൾ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ ഒരു ആനുകൂല്യം, വിദേശത്ത് പോകുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പേപ്പർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വിദേശത്തുള്ളവർക്ക് PR കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ആനുകൂല്യം ഉണ്ടാവുക, അവിടുന്ന് തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് ആനുകൂല്യം ഉണ്ടാവുക. അങ്ങനെ നിങ്ങൾ വിചാരിച്ചോണം. അല്ലാതെ എന്നെക്കുറിച്ച് പറഞ്ഞില്ല, ഞങ്ങളെക്കുറിച്ച് പറഞ്ഞില്ല എന്നുള്ള ചിന്തയല്ല അവിടെ വേണ്ടത്. അനുകൂല സ്ഥാനം പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, മിഥുനക്കൂറുകാർക്ക് ശുക്രനെ കൊണ്ടുള്ള ആനുകൂല്യം ഇപ്പം കാണുന്നില്ല, അതൊരവസ്ഥയാണ്. പക്ഷേ ശുക്രനെ കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഗുണമാണ്. മകയിരത്തരയും തിരുവാതിരയും പുലർത്തുതൽ മുക്കാല് വരുന്ന സ്വദേശം വിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ ശുക്രനെ കൊണ്ടുള്ള ആനുകൂല്യം കിട്ടും. പക്ഷേ ജന്മസ്ഥലത്ത് ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണം കിട്ടത്തില്ല. അടുത്തതായിട്ട് നിങ്ങൾക്ക് മഹാലക്ഷ്മി യോഗം പറയുന്നത് ചിങ്ങക്കൂറുകാർക്കാണ്. അവരുടെ കേന്ദ്ര സ്ഥാനമായിട്ടുള്ള 10-ാം ഭാവത്തിലേക്ക് ശുക്രന്റെ രാശിമാറ്റം ഏറ്റവും അനുകൂലമായിട്ട് വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രത്തിക്കാലുകാർ. നിങ്ങൾക്ക് കേതുവിൻ്റെ സ്ഥിതി അവിടെ ഉള്ളതുകൊണ്ടും ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കണം. ചൊവ്വ നിങ്ങൾക്ക് യോഗകാരകനാണ്. ചിങ്ങക്കൂറുകാർക്ക് ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള നിങ്ങൾക്ക് യോഗകാരകൻ കൂടിയാണ് ചൊവ്വ എന്നതുകൊണ്ട് നിങ്ങൾക്ക് ചൊവ്വയുടെ ദോഷം നിങ്ങൾക്കില്ല. പക്ഷേ കേതുവിൻ്റെ ദോഷം മാറുന്നതിന് വേണ്ടിയിട്ട് അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്യുക, ഗണപതിയുടെ നാളികേരം ഉടയ്ക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള വഴിപാട് ചെയ്യുക. ശുക്രൻ കർമ്മസ്ഥാനം, അങ്ങനെ ആ സ്ഥാനമാണ് പറയുന്നത്. ഇവർക്ക് ധനസ്ഥാനം എന്ന് പറഞ്ഞു, കർക്കിടക കൂറുകാർക്ക് ലാഭസ്ഥാനം എന്ന് പറഞ്ഞു, ചിങ്ങക്കൂറുകാർക്ക് 10-ാം ഭാവം കർമ്മസ്ഥാനത്തേക്ക് മാറുന്നു. കർമ്മ പുരോഗതി ഉണ്ടാവുക, തൊഴിൽപരമായിട്ടുള്ള മെച്ചം ഉണ്ടാവുക, തൊഴിലിന് വേണ്ടി ശ്രമിക്കുന്നുകൊണ്ടിരിക്കുന്നവർക്ക് തൊഴിൽപരമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവുക. തൊഴിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കുന്നേയില്ല. പാചക തൊഴിലാളിയാകാം, ഓട്ടോറിക്ഷ തൊഴിലാളിയാകാം, കളക്ടറാകാം, വക്കീലാകാം, ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, ആരോ ആയിക്കോട്ടെ, അധ്യാപകനാകാം, ആരും ആയിക്കോട്ടെ. നിങ്ങളുടെ കർമ്മമേഖലയിൽ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മകം, പൂരം, ഉത്രത്തിക്കാലുകാർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. അതിനുള്ള പരിശ്രമം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. IT ആകാം, എന്തും ആയിക്കോട്ടെ, നിങ്ങൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാകാം, അവിടെ നിങ്ങൾക്ക് കർമ്മ പുരോഗതി ഉണ്ടാകും. നിങ്ങളിപ്പോൾ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് പറയുക, അല്ലെങ്കിൽ എനിക്ക് ശമ്പളം ഇച്ചിരി കൂട്ടി തരണമെന്നും പറഞ്ഞ് നമ്മൾ പോയി നമ്മുടെ മേലധികാരിയെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒപ്പിട്ട് പേപ്പർ കയ്യിലോട്ട് തരും, എന്നാൽ പിടിച്ചോ, 1000 ദിർഹം കൂടെ നിങ്ങളുടെ ശമ്പളത്തിൽ കൂട്ടി തന്നിരിക്കുന്നു, അല്ലെങ്കിൽ $2000 കൂടെ നിങ്ങൾക്ക് വർക്ക് തന്നിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ ഇപ്പം പറയുന്നൊരു സമയമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക, ഗണപതി ഹോമമൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക ഒക്കെയാണ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ഉത്തരത്തെ മുക്കാലും അക്കവും ചിത്തിര വരെ വരുന്ന കന്നിക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്തേക്ക്, ഭാഗ്യം കൊണ്ട് വർദ്ധിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമാണ്. പിതൃപരമ്പരയിൽ നിന്ന് കിട്ടേണ്ട എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം, പിതാവിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്ന ഏറ്റവും അനുകൂല സമയമാണ് 9-ാം ഭാവം. 9-ാം ഭാവം ഭാഗ്യസ്ഥാനം, പിതൃസ്ഥാനമാണ്. അപ്പം കന്നിക്കൂറുകാർക്ക് ശുക്രൻ എങ്ങോട്ട് മാറുന്നു? ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു. ഭാഗ്യസ്ഥാനം കൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് ചിന്തിച്ചാൽ ഭാഗ്യം വരുന്ന വഴികളിലൊക്കെ നമുക്ക് അനുകൂലം ഉണ്ടാവുകയും അച്ഛൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. തുലാക്കൂറുകാർക്ക് അഷ്ടമത്തിലേക്കാണ് മാറുന്നത്. അഷ്ടമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആയുസ്സിൻ്റെ സ്ഥാനം അരിഷ്ടാസ്ഥാനത്താണൊക്കെയാണ് ആര് മാറുന്നത്? ശുക്രൻ മാറുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ സൂര്യൻ്റെ സ്ഥിതി ഉള്ളതുകൊണ്ട് ശുക്രൻ്റെ രാശിമാറ്റം തന്നെയല്ല ചന്ദ്രലഗ്നാധിപനും കൂടിയാണ്. തുലാക്കൂറുകാരുടെ ചന്ദ്രലഗ്നാധിപൻ നേരത്തെ പറഞ്ഞ ആരാ? ശുക്രനല്ലേ എട്ടിലേക്ക് വരുന്നത്. ലഗ്നാധിപൻ ഏത് ഭാവത്തിൽ പോയാലും ആ ഭാവത്തിന് ദോഷത്തെ പറയേണ്ടതില്ല എന്നാണ് ശാസ്ത്ര പ്രമാണം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അഷ്ടമത്തിലേക്ക് ശുക്രൻ മാറുന്നതിൻ്റെ പ്രശ്നമൊന്നും ഇപ്പോൾ വരാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞ ആർക്കും പ്രശ്നമില്ല എന്ന് പറയാൻ കാരണം. ആർക്കും പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ്റെ മാറ്റം കൊണ്ട് പ്രശ്നം വരുന്നില്ല. അടുത്തായിട്ട് വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുകയാണ്, അത് ദോഷമാണ്. പക്ഷേ എങ്കിലും ശുക്രൻ്റെ ദൃഷ്ടി വന്നതുകൊണ്ട് മംഗല്യപരമായിട്ടുള്ള കാര്യങ്ങൾ, സ്നേഹബന്ധങ്ങൾ, മംഗല്യ സംബന്ധമായിട്ടുള്ള ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ മാറുന്ന ഒരു സമയമായിട്ട് വേണം വൃശ്ചികക്കൂറുകാർക്ക് മനസ്സിലാക്കാൻ. വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ വിഷ്ണു ഭഗവാനെ പൂജിച്ച് പ്രാർത്ഥനകൾ ചെയ്ത് വഴിപാടുകൾ ചെയ്യുക.
അപ്പം വൃശ്ചികക്കൂറുകാർക്ക് അനുകൂല സ്ഥാനത്ത്, കന്നിക്കൂറുകാർക്ക് അനുകൂല സ്ഥാനത്ത്, ചെങ്ങക്കൂറുകാർക്ക് അനുകൂല സ്ഥാനത്ത്, കർക്കിടകക്കൂറുകാർക്ക് അനുകൂല സ്ഥാനത്ത്, മിഥുനക്കൂറുകാർക്ക് അനുകൂല സ്ഥാനത്തല്ല, വൃശ്ചികക്കൂറുകാർക്ക് അനുകൂല സ്ഥാനത്ത്, തുലാക്കൂറുകാർക്ക് അനുകൂല സ്ഥാനത്തല്ല, അവർക്ക് വ്യാഴം അനുകൂല സ്ഥാനത്തുണ്ട്. ആരുടെയും കാര്യം പറഞ്ഞില്ല എന്ന് പറയരുത്, കൃത്യമായിട്ട് തന്നെയാണ് പറയുന്നത്. അടുത്തതായിട്ട് ധനുക്കൂറുകാർക്ക് ശുക്രന്റെ മാറ്റം ഗുണകരമായിട്ട് കാണുന്നില്ല. പക്ഷേ വ്യാഴത്തിന്റെ രാശി മാറ്റം മാറി നിൽക്കുന്നത് ധനുക്കൂറുകാർക്ക് വളരെ അധികമാണ്. മൂലം പൂരാട ഉത്രാടത്തിക്കാല് വരുന്ന ധനുക്കൂറുകാർക്ക് ഇപ്പോൾ വ്യാഴത്തിന്റെ ഗുണമുണ്ട്, സൂര്യന്റെ ഗുണമുണ്ട്. ഭാഗ്യാധിപനായിട്ടുള്ള സൂര്യൻ വന്നിട്ട് 7ാം ഭാവത്തിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ ധനുലഗ്നാധിപൻ ചന്ദ്രലഗ്നാധിപനും അതുപോലെ തന്നെ നിങ്ങളുടെ കേന്ദ്രാധിപത്യം വഹിച്ചിരിക്കുന്ന വ്യാഴവും ധനുക്കൂറുകാർക്ക് വ്യാഴം സൂര്യൻ ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇപ്പം അഖണ്ഡ സാമ്രാജ്യ രാജയോഗം സംഭവിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് മൂലം പൂരാട ഉത്തരത്തിക്കാലുകാർ. ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം പ്രത്യേകം ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യം മനസ്സിലാക്കുക. ഈ ജ്യോതിഷപരമായിട്ട് നിങ്ങൾ പറയും ഇതെല്ലാം വന്നു, പക്ഷേ എനിക്കൊരു ഗുണം വരുന്നില്ല. എനിക്കൊരു ഗുണവും നിങ്ങൾ ഈ ജ്യോതിഷ ശാസ്ത്രന്മാർ പറയുന്നതനുസരിച്ച് നിങ്ങൾ പറയും. അപ്പം മൂലം പൂരാടം ഉത്രാടത്തിക്കാലുകാർ ഒട്ടുള്ള ഒരാൾ എടുക്കുകയാണ്. ഈ ഉത്രാടത്ത് നക്ഷത്രക്കാരൻ ഇവിടെ വരുന്ന ഒരാൾ എന്നോട് പറയുക, ധനു ലഗ്നക്കാരൻ എന്നോട് പറയുകയാണ്, നിങ്ങളിതെല്ലാം പറഞ്ഞിട്ടും എനിക്ക് യാതൊരു ഗുണവുമില്ല, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്താ കാര്യം എന്നുള്ളത്. ഇദ്ദേഹത്തിന് ഒരു 40 വയസ്സുണ്ട് എന്ന് കരുതാം. അപ്പം ഇദ്ദേഹം ഉത്രാടത്തിൽ കാലുകാരൻ ജനിക്കുന്നത് ആദിത്യ ദശാകാലത്താണ് എന്ന് അറിയാം. അത് കഴിഞ്ഞാൽ 10 വയസ്സ് വരെ ചന്ദ്രദശാകാലം 13, ചൊവ്വ 20 വയസ്സ് വരെ ചൊവ്വ, 38 വയസ്സ് വരെ രാഹു, 38 വയസ്സ് മുതൽ 16 വർഷം 54 വയസ്സ് വരെ വ്യാഴമാണ് ഇദ്ദേഹത്തിന് മനസ്സിൽ. നമ്മൾ എത്ര വയസ്സാണ് കണക്കൂട്ടിയത്? 40 വയസ്സ്. അപ്പം 38 വയസ്സ് മുതൽ 54 വയസ്സ് വരെയുള്ള ഈ കക്ഷിയുടെ ഇപ്പോഴത്തെ ദശാകാലം എന്താണ്? വ്യാഴ ദശാകാലമാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചു. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ വ്യാഴം ജാതകപ്രകാരം ഇവിടെ നിൽക്കുകയാണെന്ന് കരുതുക, നീചഭാവമാണെന്ന് കരുതുക. അപ്പം ഈ ഇവിടെ വരുന്ന ഒരാളുടെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ ചന്ദ്രൻ വരുന്ന ഒരു കൂറുകാരൻ്റെ കാര്യം ഉദാഹരണമായിട്ട് എടുത്തതാണ്. ഇതുപോലെ നിങ്ങൾ 12 കൂറുകാർ നിങ്ങൾ ഈ ഉദാഹരണത്തെ എടുക്കണം. ഞാനത് ഇത്രയും പറയാൻ പോയി കഴിഞ്ഞാൽ ഇത് 3 മണിക്കൂർ വീഡിയോ പോകും. അതുകൊണ്ട് ഉത്രാടത്തിൽ കാലുകാരൻ പറയുകയാണ്, ചുമ്മാ പറയുകയാണ്, എനിക്ക് ഗുണമില്ല എന്ന് പറയുകയാണ്, പ്രശ്നമാണ് എന്ന് പറയുവാണെങ്കിൽ അദ്ദേഹത്തിന് ഉദാഹരണം പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വ്യാഴ ദിശാകാലമാണെന്ന് നമ്മൾ ഉറപ്പിച്ചു. 38 വയസ്സ് മുതൽ 54 വയസ്സ് വരെ വ്യാഴമാണ്. ഇദ്ദേഹത്തിൻ്റെ വ്യാഴം ഇവിടെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ 1, 2, 3, 4, 5, 6 ഇടവൻ രാശിയിൽ ശുക്രൻ നിൽക്കുന്ന സമയത്താണ് വ്യാഴം നിൽക്കുന്ന സമയത്താണ് ഇയാൾ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പോയി വ്യാഴം 6ലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി. അടുത്തതായിട്ട് വ്യാഴം നമുക്ക് ഇദ്ദേഹത്തിന് ഇവിടെയാണ് നിൽക്കുന്നതെന്ന് കരുതുക. അപ്പോൾ ഇവിടെ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയത്താണ് ജനിച്ചത്. ഉച്ചരാശിയാണെങ്കിൽ പോലും വ്യാഴം അഷ്ടമഭാവത്തിൽ പോയി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ചന്ദ്രലഗ്നം കൊണ്ട് ഗുണമില്ല എന്ന് കാണിക്കാൻ പറ്റും. അടുത്തതായിട്ട് ഇദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം നമുക്ക് ബാക്കി ഏത് ഭാഗത്ത് നിന്നാൽ അത്രയും വലിയ കുഴപ്പമില്ല. ഇവിടെ ആണെങ്കിൽ 9, ഇവിടെ ആണെങ്കിൽ 10, ഇവിടെ ആണെങ്കിൽ 11. ഇവിടെ ആണെങ്കിലോ ഇദ്ദേഹം ഉത്രാടത്തിൽ മുക്കാലുകാരനാണ്. ഇവിടെയാണ് ചന്ദ്രൻ വരുന്നത്. പക്ഷേ വ്യാഴം ഇവിടെ നിൽക്കുന്നു 12ലാണ് നിൽക്കുന്നത് കൂട്ടണം. ഇവിടെ ആണെങ്കിൽ നമ്മൾ 2 കൂട്ടരുത്, ഇങ്ങനെ കൂട്ടണം. ഇങ്ങനെ കൂട്ടി തിരിഞ്ഞു വരുമ്പം 12ലായിപ്പോയി, പുറകിലായിപ്പോയി. അപ്പം അതുകൊണ്ട് ഗുണമുണ്ടായോ? ധനസ്ഥാനത്താണെങ്കിലോ നീചസ്ഥാനത്തായിപ്പോയി. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമുക്കിതിനകത്ത് വരുന്ന ഈ നക്ഷത്രക്കാർക്ക് നമ്മൾ പറഞ്ഞു ശുക്രന്റെ ആനുകൂല്യം വരുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ മകരം കുറിൽ വരുന്ന ആരൊക്കെയാണ്? ഉത്രാടത്തിൽ മൂലം പുരാട ഉത്രാടത്തിൽ കാലുകാരനാണ് ഈ പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് ഉത്രാടത്തിൽ മുക്കാലും തിരുവോണവും അവിട്ടത്തരയും. ഇതിനകത്ത് വരുന്ന ഉത്രാട നക്ഷത്രക്കാരനെ നമ്മൾ എടുത്തത്. അതിൽ ഇവിടെയും വരാം, ഇവിടെയും വരാം. ഉത്രാടത്തിൽ മുക്കാലുകാരനാണെങ്കിൽ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും വരുന്നത്. ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തര വരുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ശുക്രൻ 5ാം ഭാവത്തിൽ വരികയാണ്. മഹാലക്ഷ്മി യോഗം സംഭവിക്കും. കൃത്യമായിട്ട് പറയുന്നു. നിങ്ങൾക്ക് ത്രികോണസ്ഥാനത്തേക്ക് ശുക്രൻ ബലവാനായിട്ട് മാറുന്നു. അതുകൂടാതെ നിങ്ങളുടെ യോഗകാരകൻ ആരാണ്? നേരത്തെ പറഞ്ഞു ശുക്രനാണ്. ആദ്യം കേൾക്കാത്തവരുണ്ടെങ്കിൽ ആദ്യം പോയി കേൾക്കുക. ശുക്രൻ നിങ്ങളുടെ ജാതകപ്രകാരം ദോഷത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ദോഷം ഈ പറയുന്ന മാറ്റങ്ങൾക്ക് കുറിച്ച് മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തര. അപ്പോൾ ഒരു തിരുവോണം നക്ഷത്രക്കാരൻ നമ്മളെ വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് ഇപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന യോഗകാരകനാണ് ശുക്രൻ എന്ന് പറഞ്ഞിട്ടും എനിക്ക് ഗുണമൊന്നും കാണുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യവും സംഭവിക്കുന്നില്ല. നമ്മൾ ആരാ എന്തോന്നൊന്നും പറയുന്നില്ല. നമ്മൾ ഉടനെ തന്നെ അയാളുടെ ചാർട്ട് എടുക്കാൻ പോവുക. ജനിക്കുന്നത് ചന്ദ്രദശയിലായിരിക്കും. തിരുവോണ നക്ഷത്രക്കാരൻ ജനിക്കുന്നത് ചന്ദ്രദശ 5 വയസ്സ് വരെ, ചൊവ്വാദശ 7 വയസ്സ് 12 വയസ്സ് വരെ, രാഹു 30 വയസ്സ് വരെ രാഹു, 46 വയസ്സ് വരെ വ്യാഴം. അപ്പം നേരത്തെ പറഞ്ഞ ഉത്രാടത്തിന് മുക്കാലും തിരുവോണം അവിടെ വരുന്ന ഇദ്ദേഹത്തിനും ഇവർക്ക് 46 വയസ്സ് വരെയാണ് വ്യാഴം വരുന്നത്.
ഇദ്ദേഹത്തിന് 46 വയസ്സ് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ഒരു 50 വയസ്സുണ്ടെന്ന് കരുതുക. ഇദ്ദേഹത്തിന് 19, 9, 6, 15, 65 വയസ്സ് വരെ ശനിയാണ്. കാര്യത്തിൻ്റെ കിടപ്പ് കണ്ടോ? നമ്മൾ പറഞ്ഞത് ഉത്രാടത്തിന് മുക്കാലും തിരുവോണം ഔട്ടത്തര വരുന്ന ഒരാളാണെങ്കിൽ ഇദ്ദേഹത്തിന് ഈ പറയുന്ന 30 വയസ്സിനകമാണെങ്കിൽ ഇദ്ദേഹത്തിന് രാഹു ആയിരിക്കും. 12 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു യുവാവാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അദ്ദേഹത്തിന് രാഹു ആണ് എന്ന് മനസ്സിലാക്കിയിട്ട്, രാഹു ദോഷസ്ഥാനത്തുകൂടാ നിൽക്കുന്നതെങ്കിൽ കേതുവിൻ്റെ ഒരു ദൃഷ്ടി എന്തായാലും ഉണ്ടാവുമല്ലോ. രാഹു പോയിട്ട് ഏതെങ്കിലും സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ഒക്കെ കൂടെ നിൽക്കുന്ന സമയത്തൊക്കെയാണ് ഇദ്ദേഹം പോയി ജനിച്ചിട്ടുള്ളത്. ജാതകത്തിൽ അങ്ങനെയാണ് അവസ്ഥയെങ്കിൽ ഇദ്ദേഹത്തിന് ഈ പറയുന്ന കാര്യങ്ങൾ അനുഭവത്തിൽ വരുത്തുമില്ലെന്ന് മാത്രമല്ല കയ്യിലിരിക്കുന്ന കാശുകൂടെ പോകുന്നൊരവസ്ഥയായിരിക്കും. അപ്പോൾ ഇയാൾ നമ്മുടെ വീഡിയോ എടുത്ത് നോക്കിയിട്ട് ഇയാൾക്ക് ദേഷ്യം വരും. ഇയാൾ തട്ടിപ്പാണെന്ന് തന്നെ തോന്നും. കാരണം ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൻ്റെ അവസ്ഥ ഇയാൾ ചിന്തിക്കുന്നില്ല. എന്താണ് എനിക്ക് ദശാകാലം എപ്പോഴും നമ്മൾ ഉദാഹരണം പറഞ്ഞതാണ്. എന്ത് വ്യാഴത്തിൻ്റെ ഇയാൾക്ക് രാഹുർ ദശാകാലമാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ കാര്യം 38 വയസ്സിനും 54 ഇവിടെ നമ്മൾ പറഞ്ഞ ആരുടെ കാര്യമാണ് ഈ പറഞ്ഞ് തിരുവോണ നക്ഷത്രക്കാരൻ്റെ. അപ്പം ഇദ്ദേഹത്തിന് 30 വയസ്സിനും 46 വയസ്സിനും മധ്യമുള്ള ഒരാളാണ്. ഇദ്ദേഹത്തിന് ഇപ്പോൾ 16 വയസ്സം വ്യാഴമാണ്. 35 വയസ്സുണ്ട്. ഇദ്ദേഹത്തിന് ഇപ്പോൾ വ്യാഴ ദശാകാലമാണ്. വ്യാഴം കർക്കിടകത്തിൽ നിൽക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ലഗ്നം ഇവിടെ വരികയാണ്. അപ്പോൾ എന്തായി? ഇയാൾ ജ്യോതിഷം നോക്കേണ്ടി പോലും വരുന്നില്ല. എന്തൊരു ജ്യോതിഷം നോക്കേണ്ടി വരുന്നു? ഇയാളുടെ ബിസിനസ്സിൽ ഭയങ്കര വിജയം ഉണ്ടാകുന്നു. അധ്യാപകനാണെങ്കിൽ അവിടുത്തെ പ്രൊമോഷൻ ഉണ്ടാകുന്നു. വക്കീലിനാണെങ്കിൽ ഇരിക്കാൻ സമയമില്ലാത്ത കണക്ക് കേസുണ്ട്. വക്കീലിന് ഇഷ്ടം പോലെ കേസുണ്ട്. ഡോക്ടറാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് തന്നെ ചായ വേണമെങ്കിൽ വണ്ടിക്കകത്ത് വേണേൽ ഇരുന്ന് കുടിച്ചുകൊണ്ട് വന്നിട്ട് നേരെ റൂമിലോട്ട് കയറിയിട്ട് രോഗികളെ പരിശോധിക്കാൻ തുടങ്ങി. ഇറങ്ങുന്നത് ചിലപ്പോൾ രാത്രി 9 മണിക്കായിരിക്കും. പിറ്റേ ദിവസം രാവിലെ കുളിച്ചിട്ട് അടുത്ത ഓപ്പറേഷന് പോകേണ്ടതായിട്ട് വരും. അത്രത്തോളം വർക്ക്. അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ മാസം തോറും വന്ന് കയറുന്നു. അപ്പം ജ്യോതിഷൻ്റെ വീഡിയോ ഇരുന്ന് കണ്ടിട്ട് ഇങ്ങനെ നോക്കേണ്ട കാര്യം എന്തോ? അതിനകത്തൊക്കെ ഒരു കാര്യമില്ല. നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാം. ഞാൻ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാം എന്നൊക്കെ പറയും. പക്ഷേ കക്ഷിയുടെ വ്യാഴത്തിൻ്റെ സ്ഥിതിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ അടിപൊളിയാക്കി നിർത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ശനിയൊക്കെ തുടങ്ങുമ്പം ഇദ്ദേഹം പതുക്കെ പണിയൊക്കെ കുറഞ്ഞ് കാലിനും കൈക്കുമൊക്കെ വേദന വന്ന്, ഡോക്ടറെക്കുറിച്ചല്ല പറയുന്നത്, ഒരു വക്കീലാകാം, ചിലപ്പോൾ എഞ്ചിനീയർ ആകാം, വേറൊരു ഇതാളാകാം, ഒരു തിരുമേനിയാകാം. അപ്പം ആരും ആയിക്കോട്ടെ, ആ സമയമാകുമ്പോൾ ഇദ്ദേഹത്തിന് ശനി തുടങ്ങിക്കഴിയുമ്പോൾ ഇദ്ദേഹം പതുക്കെ യൂട്യൂബ് ഒന്ന് ഓണാക്കിയിട്ട് നമ്മുടെ സമയം കിട്ടണം നിങ്ങളുടെ നോക്കാം. അപ്പം ശരിയാ, പണി കിട്ടി. അപ്പം സമയം നല്ല സമയമാണെങ്കിൽ ഇവർ ജ്യോതിഷം നോക്കേണ്ടി വരത്തില്ല. ഇച്ചിരി മോശം സമയമാണെങ്കിൽ ഇവർ പോയി ജ്യോതിഷം നോക്കുമെന്ന് ഉദാഹരണം പറയാനാണ് നമ്മളിവിടെ വന്നത്. അപ്പം നിങ്ങൾക്ക് കേന്ദ്രസ്ഥാനം ത്രികോണസ്ഥാനത്തേക്കാണ് മാറുന്നത്. ശുക്രൻ ബലവാനായിട്ടാണ് മാറുന്നത്. മഹാലക്ഷ്മി യോഗവും ശരഭയോഗവും സംഭവിക്കുന്ന യോഗക്കാരാണ്. അതുപോലെ കുംഭക്കൂറുകാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാല് വരുന്ന ഈ നക്ഷത്രക്കാർക്ക് നേരത്തെ പറഞ്ഞു എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? 4-ാം ഭാവം ഗൃഹം വാഹനസ്ഥാനത്തേക്ക് നിങ്ങൾക്ക് മനസ്സിൻ്റെ സന്താനത്തിൻ്റെ സ്ഥാനത്തോട്ടാണ് മാറുന്നത്. നിങ്ങൾക്ക് ഗൃഹം വാഹനസ്ഥാനത്തേക്കാണ്. 4-ാം ഭാവം കൊണ്ട് മാതാവ്, വാഹനം, ഗൃഹം, സുഖം ചിന്തിക്കണം. അപ്പം നിങ്ങൾക്ക് യോഗകാരകനും കൂടെ 4-ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ. മാതാവ് എന്ന് പറഞ്ഞാൽ മാതാവിന് എന്തെങ്കിലുമൊക്കെ അരിഷ്ടതകളുണ്ടെങ്കിൽ അതൊക്കെ മാറുക. അമ്മയ്ക്ക് എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അത് മാറുക. അമ്മയുടെ സ്വത്തുക്കൾ എന്തെങ്കിലും കിട്ടാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടുക. ഇങ്ങനെ ചിന്തിച്ചോളുക എന്നുള്ളതാണ് പറയുന്നത്. സുഖം ഉണ്ടാകുക. അതുപോലെ തന്നെ നമുക്ക് പറയുന്നു മാതൃഗുണം, വാഹനഗുണം, ഗൃഹഗുണം, സുഖഗുണം എന്ന് വേണ്ട എല്ലാ വിധത്തിലുള്ള ഗുണവും ആർക്കുണ്ടാകുന്നു? കുംഭക്കൂറുകാർക്കുണ്ടാകുമെന്ന് പറയുന്നു. അടുത്തതായിട്ട് മീനക്കൂറുകാർക്ക് എന്ത് സംഭവിക്കുന്നു? മീനക്കൂറുകാർക്ക് 3-ാം ഭാവത്തിലേക്കാണ് ശുക്രൻ മാറുന്നത്. 3-ാം ഭാവം കുടുംബസ്ഥാനം. അതുപോലെ തന്നെ വിക്രയസ്ഥാനം, സഹോദരസ്ഥാനത്തേക്കാണ് ആര് മാറുന്നത്? ശുക്രൻ മാറുന്നത്. അതുകൊണ്ട് വലിയ ഗുണമില്ല. പക്ഷെ അടുത്ത മാസം ഇങ്ങോട്ട് മാറുമ്പോൾ മീനക്കൂറുകാർക്ക് വീണ്ടും ഗുണം വരും. വണ്ടിയൊക്കെ ഒന്ന് മാറണം തോന്നും. വീടിനുറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് വർക്ക് നിങ്ങൾ നടത്തിയിരിക്കും. യാതൊരു സംശയം വേണ്ട. ഇരിക്കുന്ന മുറികളൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ പൊടിക്കാനും പിടിക്കാനും ഒക്കെ റെഡിയാക്കി ഒന്ന് പെയിൻറ്റ് വേണമെങ്കിൽ പെയിൻ്റെങ്കിലും അടുപ്പിക്കും. മീനക്കൂറുകാരെ എടുത്തി വെച്ചോ. ഈ പറയുന്നത് വണ്ടി പോയി ഷോറൂമിൽ 3-4 ഷോറൂമിൽ നിങ്ങളെ കൊണ്ടുപോയി കയറ്റിക്കും. ഒരു കാര്യവും വേണ്ട. നിങ്ങൾ ചിലപ്പം അവിടെ പോവും, ഉറപ്പായിട്ടും പോകും. കയ്യിരിക്കുന്ന വണ്ടി ഒന്ന് മാറണമെന്ന് തന്നെ തോന്നും. അപ്പം വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നൊരു കാലമാണ്. ഇപ്പോഴല്ല, അടുത്ത മാസം മുതൽ. അപ്പം മേടക്കൂറുകാർക്ക് ധനസ്ഥാനത്ത്, ഇടവക്കൂറുകാർക്ക് ജന്മത്തിൽ, മിഥുനക്കൂറുകാർക്ക് വ്യയസ്ഥാനം, നഷ്ടസ്ഥാനത്ത്. അങ്ങനെ സ്ഥാനം പറയാം, പെട്ടെന്ന് തന്നെ പറയാം. വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത്. പക്ഷേ വ്യാഴത്തിൻ്റെ സ്ഥിതികളുകൊണ്ട് കുഴപ്പമില്ല. കർക്കിടകൂറുകാർക്ക് ലാഭസ്ഥാനത്ത്, ചിങ്ങക്കൂറുകാർക്ക് കർമ്മസ്ഥാനത്ത്, കന്നിക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്ത്, തുലാക്കൂറുകാർക്ക് നഷ്ടസ്ഥാനത്ത്, അഷ്ടമസ്ഥാനത്ത്, ആയുർസ്ഥാനത്ത്, ആയുർസ്ഥാനം അരിഷ്ടസ്ഥാനത്ത്,
വൃശ്ചികക്കൂറുകാർക്ക് കളത്രപുത്ര സ്ഥാനത്ത് ഭാര്യാസ്ഥാനത്ത്, ധനുക്കൂറുകാർക്ക് 6 ശത്രുസ്ഥാനം രോഗസ്ഥാനത്ത്, മകരക്കൂറുകാർക്ക് മനസ്ഥാനത്ത് സന്താനസ്ഥാനത്ത്, കുംഭക്കൂറുകാർക്ക് ഗൃഹം വാഹനം മാതൃസുഖസ്ഥാനത്ത്, കുംഭക്കൂറുകാർക്ക് മീനക്കൂറുകാർക്ക് സഹോദര വിക്രയസ്ഥാനത്ത്, മേടക്കൂറുകാർക്ക് ധനസ്ഥാനത്ത് തന്നെ വീണ്ടും വന്നിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ജ്യോതിശാസ്ത്രപരമായിട്ട് പറയാനുള്ളത്. എല്ലാവരുടെയും ഫലം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.